ഏറ്റവും സ്നേഹമുള്ള അച്ഛന്മാരെ, കർത്താവിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദാനിയേൽ പ്രവചനം നമ്മൾ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സമയങ്ങളാണ്. 2-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ കണ്ട സ്വപ്നത്തെക്കുറിച്ചുള്ള വിശദീകരണമാണ്. ആ സ്വപ്നത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് മുമ്പ് ആ ഭാഗം വായിക്കുമ്പോൾ നാം അറിയണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിച്ച ചില സത്യങ്ങളുണ്ട്. അത് എനിക്ക് ബോധ്യമായത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ ശ്രമിച്ചത്. എല്ലാ സൗഭാഗ്യങ്ങളുടെയും നടുവിലാണ് നെബൂഖദ്നേസർ രാജാവ് ജീവിക്കുന്നത്. എന്തെല്ലാം ഈ ലോകത്തിൽ ആർജിച്ചാലും ജീവിതത്തിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടാൻ ഒരു സ്വപ്നം മാത്രം മതി. സ്വസ്ഥതയും സ്വൈര്യതയുമുള്ള ജീവിതം നയിക്കാനാവുന്നില്ലെങ്കിൽ വസ്തുമയമായ കാര്യങ്ങളുടെ ലഭ്യത കൊണ്ട് എന്താണ് അർത്ഥമായത്? നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം, ജീവിതത്തിൻ്റെ അനുഗ്രഹം സ്വസ്ഥതയോട് ലോകത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. ആ സ്വസ്ഥതയ്ക്ക് ദൃശ്യമായ അനുഗ്രഹങ്ങൾ മാത്രമെന്ന് ചിന്തിക്കരുത് എന്നൊരു പാഠം കൂടെ ഇതിനകത്ത് നൽകുന്നു. നമ്മൾ ചിലരുടെ ജീവിതം കണ്ടിട്ട് പറയും, എന്ത് ഭാഗ്യമുള്ളവരാ. ഒരു മാസം കഴിയുമ്പം ആ വീട്ടിൽ നടന്ന ദാരുണമായ സംഭവം കേൾക്കുമ്പോഴാണ് ദൃശ്യമായ വസ്തുമയമായ അനുഗ്രഹങ്ങളല്ല ഭാഗ്യമെന്നത് നമുക്ക് ബോധ്യപ്പെടും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ചെങ്ങന്നൂരിനടുത്തൊരു കാരണവർ വധം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. മരുമോള് അമ്മായിയപ്പനെ കൊന്ന കാര്യമൊക്കെ അറിയാം. പുറമേ നോക്കിയാൽ എന്ത് മനോഹരമായ ഭവനമൊക്കെയാണ്. ഇതിന്ന് ലോകത്തിൻ്റെ ഒരു മനോഹരമായിരിക്കുന്ന ചിത്രമാണ്. എന്നാൽ ഒന്നുമില്ലാത്ത 3-4 കുഞ്ഞുങ്ങളോടുണ്ട്. അവർക്ക് ആദരണീയമായൊന്നുമില്ല, സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ല. രാജാവിൻ്റെ ഔദാര്യത്തിൽ കഴിയുന്നവരാണ്. രാജാവ് കൊടുക്കുന്നത് കഴിക്കുന്നവരാണ്. അങ്ങനെ രാജാവിൻ്റെ ഔദാര്യത്തിൽ സ്വാതന്ത്ര്യമില്ലാതെ കണ്ട് ഒരു കണക്കിന് അടിമകളായി കഴിയുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൻ്റെ അർത്ഥവും അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷവും അതിൻ്റെ രഹസ്യവും ഇതങ്ങോട്ട് ദാനിയേൽ വരച്ചു കാട്ടാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥ ജീവിതത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് വസ്തുമയമായ കാര്യങ്ങളുടെ ലഭ്യതയല്ല, അക്യുമുലേറ്റഡ് ബ്ലെസ്സിങ്സ് അല്ല, മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് അല്ല. നമ്മുടെ മനസ്സിൻ്റെ മനോഭാവമാണ്. നമ്മുടെ മനോഭാവം, ആറ്റിറ്റ്യൂഡ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവരവിടെ എങ്ങനെയാണ് ജീവിച്ചതെന്നുള്ളതൊക്കെ മനോഹരമായിട്ട് പരാമർശിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ശ്രമിച്ചത് ഇവരെ കൊല്ലാനായിട്ടുള്ള കൽപ്പന രാജാവ് പുറപ്പെടുവിച്ചു. ആ കൽപ്പന പ്രാവർത്തികമാക്കാൻ അരിയോക്കിനെ ചുമതലപ്പെടുത്തി. അപ്പം ഈ കാര്യങ്ങളൊന്നും ഇവരെ അറിയിച്ചിട്ടില്ല. ആരെ? ദാനിയേലിനെ കൂട്ടരെ അറിയിച്ചിട്ടില്ല. അപ്പോൾ അതിനർത്ഥം എന്താണ്? അവരത്രമാത്രം രാജാവിന് ശ്രദ്ധിക്കപ്പെടേണ്ടവരല്ല. ഒന്നാമതൊരു വിദേശികളാണ്, മറ്റൊന്ന് കൽദയരുടെ വിദ്യയും ഭാഷയൊക്കെ പഠിച്ചിട്ട് 3 കൊല്ലം ആയിട്ടുള്ളൂ, വലിയ പരിചയമൊന്നും ഇല്ലാത്തവരാണ്. പിന്നെ ബാലന്മാരായിട്ട് അവിടെ കൊണ്ടുവന്നത്. ഇപ്പോൾ 18-19 വയസ്സ് കാണും, ഇത്രയേ ഉള്ളൂ. മറ്റൊക്കെ പക്വതയുള്ളവരാണ്. അപ്പം അപക്വമായ ആളത്വത്തിൻ്റെ ഉടമകളാണ്. അക്കാരണത്താൽ ഈ കാര്യങ്ങളൊന്നും ദാനിയേലിനെയും കൂട്ടുകാരെ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഇവർക്കൊരു നമുക്ക് പാഠമാകേണ്ട ഒരു ക്വാളിറ്റി ദൈവാത്മാവ് നമ്മളെ പഠിപ്പിക്കാൻ.
ഈ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ ഭാഗമാണ് നമ്മളൊരു സോഷ്യൽ ബീയിങ് ആണ്, ഒരു മോറൽ ബീയിങ് ആണ്, നമ്മളൊരു ഫിസിക്കൽ ബീയിങ് ആണ്, ഇമോഷണൽ ബീയിങ് ആണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയാൻ പറ്റും. നമ്മളൊരു സോഷ്യൽ ബീയിങ് ആണ്, സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരാണ് നമ്മൾ ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്, ഇതിൻ്റെ അവിഭാജ്യ ഘടകമാണ്. അതുകൊണ്ട് ഇവിടെ എന്തോ സംഭവിക്കുമെന്ന് അറിയാനുള്ള കടമ, ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോൾ ഇവിടെ നടക്കുന്ന കോലാഹലങ്ങളെ കുറിച്ച് കേട്ടപ്പോൾ ദാനിയേൽ അന്വേഷിക്കുക, ഇനിഷ്യേറ്റീവ് എടുക്കുകയാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ ദൈവിക ഇടപെടലുകൾ പലയിടത്തും ഇങ്ങനെയുള്ള ഇനിഷ്യേറ്റീവ് എടുത്ത ആളുകളെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ് നടക്കുന്നത്? നമുക്ക് അനുഗ്രഹം ഉണ്ടാകാനും അത് കാരണമായിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു പുതിയ നിയമത്തിൽ നിന്നൊരു ചെറിയ തെളിവ് തരും. യേശു യെരിഹോവിൻ്റെ തെരുവിൽ കൂടി നടന്നു പോകാം. ശിഷ്യന്മാർ കൂടുണ്ട്, പുരുഷാരവും കൂടുണ്ട്. അങ്ങനെ കൊണ്ട് പോകുമ്പോൾ വഴിയോരത്തിരുന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിലവിളിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തിമായുടെ മകനായ ബർത്തിമായി. അല്ല, അവനെക്കുറിച്ച് നിങ്ങൾ വായിക്കുമ്പോൾ ഇതെന്താണെന്നുള്ള ഒരു അന്വേഷണം അവരുണ്ടായി. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഉടനെ പറയും നസ്രായനായ യേശു കടന്നു പോകുന്നു പറഞ്ഞു. ഇപ്പൊ അവനിലുള്ളിലെ ജിജ്ഞാസ, ഇതെല്ലാം ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ നമ്മളതൊന്നും കാര്യമായിട്ട് ഉപയോഗിക്കുന്നില്ലെന്നുള്ളത്. ആവശ്യമില്ലാത്തതൊക്കെ നമ്മൾ ഉപയോഗിക്കും. മനസ്സിലായ? നെഗറ്റീവ്സിന്റെ കളക്ഷന് വേണ്ടി നമ്മളത് ഉപയോഗിക്കും. എന്നാൽ പോസിറ്റീവിന് വേണ്ടി നമ്മളത് ഉപയോഗിക്കാറില്ല. ഇവിടെ എന്താ നടക്കുന്നത്? എന്തോ കാൽപെരുമാറ്റം കേൾക്കുന്നല്ലോ, അവര് കാണാൻ പറ്റത്തില്ല. എന്തോ ശബ്ദം കേൾക്കുന്നല്ലോ, എന്താ സംഭവിക്കുന്നത്? വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? ഉടനെ ആള് പറഞ്ഞു, നസ്രയനായ യേശു ഇതുവഴി വരുന്നു. നസ്രയനായ യേശു പാസ് ചെയ്യുമെന്ന് കേട്ടപ്പോൾ അവൻ ഇരിക്കുന്ന ഇടത്ത് യേശുവിൻ്റെ കൂടെ ആരുണ്ടെന്നും യേശു എങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അവനോ ഉച്ചത്തിൽ നിലവിളിച്ചു, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണേ, സൺ ഓഫ് ഡേവിഡ് കുര്യലായിസോൻ, കരുണ തോന്നണമേ നിലവിളിച്ചു. ഉടനെ മുന്നടക്കുന്നവരവനെ മിണ്ടാതിരിക്കാൻ ശാസിച്ചെന്ന ലൂക്കോസ് രേഖപ്പെടുത്തുന്നുണ്ട്. ലൂക്കോസിന്റെ 12-ാം അധ്യായത്തിന്റെ അവസാനത്തെ പാരഗ്രാഫാ. മുന്നടക്കുന്നവർ, 32-ാമത്തെ വാക്യം എൻ്റെ ഓർമ്മ. മുന്നടക്കുന്നവർ അവനെ മിണ്ടാതിരിക്കാൻ ശാസിച്ചു. ആരാണ് മുന്നടക്കുന്നവർ? ആരാവാം? ശിഷ്യന്മാരായിരിക്കാം. അവർ മിണ്ടാതിരിക്കാൻ ശാസിച്ചു, അവനോ ഉച്ചത്തിൽ നിലവിളിച്ചു. അപ്പോ അവന്റെ ചുറ്റുപാടും നടക്കുന്ന സംഭവങ്ങളോടുള്ള പ്രതികരണമാണ് അവനാകേണ്ട അവസ്ഥയിൽ അവനെ ആക്കുന്നത്, അല്ലേ? ട്രാൻസ്ഫർമേഷന്റെ പ്രോസസ്സിൽ പ്രധാനപ്പെട്ട ഒന്നാണിത്. വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? ഇനിഷ്യേറ്റീവ് എടുക്കാൻ നമുക്കിതായില്ലാത്തത്. നമുക്കതിന് കടപ്പാടുണ്ട്. കാരണം നമ്മൾ സോഷ്യൽ ബീയിങ് ആണ്, നമ്മൾ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. ഈ സൊസൈറ്റി ഇല്ലാതെ ഞാനില്ല. എൻ്റെ എക്സിസ്റ്റൻസ് ഈ സൊസൈറ്റിയിലാണ്. ഈ ജാക്സൺ അച്ഛൻ എന്ന് പറയുന്ന അച്ഛൻ കാവുംഭാഗത്ത് നിൽക്കുന്നതിന്റെ പിൻപിൽ എബനേസർ മാർത്തോമ ചർച്ച് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. കമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ട് അച്ഛനിവിടെ. എൻ്റെ ഒരു ഫാമിലി ഉള്ളതുകൊണ്ടാണ് ഞാനിവിടെ ഉള്ളത്. നിങ്ങളുള്ളത് കൊണ്ടാണ് ഞാനിവിടെ ഉള്ളത്. ഇതൊരു വലിയൊരു സാമൂഹ്യ ശാസ്ത്രത്തിന്റെ വലിയൊരു ഭാഗമാണ്. പഠിക്കണം. അവരിൽ നന്യപ്പെട്ട് എനിക്ക് നിലനിൽപ്പില്ല. ഇതന്നെ ഈ സോളാർ സിസ്റ്റം ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ, പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ, ഈ ഭൂമി എവിടെ നിൽക്കുന്നത്? നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെ അച്ചുതണ്ടിൽ ഇങ്ങനെ കോർത്ത് എവിടെ നിർത്തിയിരിക്കുന്നത്? ദൈവജനം എന്നാ പറയുന്നത്? ഭൂമിയെ കുറിച്ച് ദൈവജനം എന്നാ പറയുന്നത്? യോബിന്റെ ലേഖനത്തിൽ എന്താ പറഞ്ഞത്? യോബിന്റെ പുസ്തകത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഭൂമി അവൻ നാസ്തിത്വത്തിന്മേൽ തൂക്കിയിരിക്കുന്നു, ശൂന്യത്തിന്മേൽ തൂക്കിയിരിക്കുന്നു ഭൂമിയെ. അപ്പൊ ചന്ദ്രനിൽ നിന്നുകൊണ്ട് ഭൂമിയുടെ ഫോട്ടോ എടുക്കുമ്പോൾ എവിടെയാ നിൽക്കുന്നത്? ഒരു പന്ത് ഏറെ നിൽക്കുന്ന പോലെ നിൽക്കുന്നത്. എങ്ങനെ നിൽക്കുന്നത്? ഈ സോളാർ സിസ്റ്റത്തിന്റെ അന്യോന്യ ബന്ധത്തിലാണ് നിൽപ്പ്. ബുധൻ, ശുക്രൻ, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ തുടങ്ങിയ ഗ്രഹങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ചുള്ള ഒരു പ്രത്യേക സിസ്റ്റത്തിലാണ് നിൽക്കുന്നത് ഭൂമി. അതിന് പ്രത്യേക ദൂരമുണ്ട്, പരിധിയുണ്ട്, അതിന് സ്പീഡുണ്ട്. എല്ലാ ഗ്രഹത്തിനും സ്പീഡുണ്ട്, ഭൂമിക്ക് ഒരു സ്പീഡുണ്ട്.
ആ കൃത്യസ്പീഡിൽ കൃത്യതയോടെ നിൽക്കുമ്പോഴാണ് ഭൂമി എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോ മറ്റൊന്നില്ലാതെ ഞാനില്ല, മറ്റൊരാളില്ലാതെ ഞാനില്ല. നമുക്ക് ചിലരെ കാണാതിരിക്കുന്ന ഇഷ്ടം അല്ലേ? ഇതാണ് നമ്മുടെ ആ സാമൂഹ്യ ബന്ധത്തിന്റെ സാമൂഹ്യ മാനം. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, ഇവിടെ എന്നാ നടക്കുന്നു? ജിജ്ഞാസയോടെ ചോദിച്ചു, ഇവിടെ എന്നാ നടക്കുന്നു? ഉടനെ അരിയൊക്കെ പറഞ്ഞു, സംഭവം ഇതാ, നിന്നെ കൂടെ തട്ടിക്കളയാനായിട്ടുള്ള പരിപാടിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി ഇത് കേട്ടപ്പെടുത്തേ ഈ ദാനിയേലിന്റെ പ്രതികരണം കോയ്സാറിനോട് അങ്ങനെ പറയാണ്. എന്തായിരിക്കും കോയ്സാറിന്റെ ഒരു എന്തായിരിക്കും എന്തായിരിക്കും പരിപാടി? റോയി ഉടനെ വിളിച്ച് ബിബിയോട് എവിടെയേറി നമ്മുടെ കാര്യം പോക്കായി ഇല്ലേ? അങ്ങനെ. പക്ഷേ ഈ 4 പേരുടെ ഈ പ്രതികരണം കണ്ടോ? അവർക്ക് യാതൊരു ഉത്ഭവമില്ല. ദൈവമക്കളുടെ പ്രത്യേകത ഇതാണ്. സ്വന്തം ജീവൻ അപകടത്തിലാകുമെന്ന് ഉള്ള സ്ഥിതി വരുമ്പോഴും കുതറാതെ പതറാതെ ചഞ്ചലപ്പെടാതെ നിൽക്കാൻ കഴിയുന്നതാണ് ദൈവാശ്രയം, ദൈവകൃപ എന്നൊക്കെ പറയുന്നത്. കാരണം ഞങ്ങളെവിടെ കൊണ്ടുവന്ന ദൈവമാണ്. അതുകൊണ്ട് അങ്ങനെയാണോ? അത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. അതങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞ് അവിടെയും ദൈവഹിതം നിവർത്തിക്കപ്പെടുന്നതിന് വേണ്ടി സമർപ്പിക്കുന്ന 4 കുട്ടികളെ നമ്മളവിടെ കാണും. വിവരം പറഞ്ഞപ്പോൾ മന്ത്രവാദികളും ശകനവാദികളും എല്ലാവരും ചോദിച്ചു, ചില സമയം തന്നാൽ ഞങ്ങൾ പറയാം, അന്വേഷിക്കാം എന്നൊക്കെ പറഞ്ഞു. പൊക്കോണം, എൻ്റെ അടുത്ത് ഒരെണ്ണത്തിനെ കണ്ടുപോയിരുന്നു. എല്ലാത്തിനും ഞാൻ തട്ടിക്കളയും. നമ്മുടെ നാടൻ ഭാഷ, എല്ലാത്തിനും തട്ടിക്കളയും. ഒരെണ്ണം ഇവിടെ നിന്നേക്കരുത് എന്ന് പറഞ്ഞ് സകലരെയും പുറത്താക്കി. അങ്ങനെ ക്രുദ്ധനായ, വിവശനായ, വിഷണ്ണനായ, ആകുലനായ രാജാവിൻ്റെ മുഖത്തോട്ട് ചെന്ന്, എനിക്ക് സമയം തരണം, ഞാൻ പറയാം. സാറ് ധൈര്യപ്പെടുമോ? ക്രുദ്ധനായിരിക്കുന്ന ഓഫീസർക്ക് ചെല്ലാൻ പറ്റും? പേടിയില്ല. ഓഫീസർക്ക് ഇരുന്നിട്ടുള്ളതല്ലേ, ഭയമാണ്, പേടിയാണ്. അതിൻ്റെ ആ ക്വാളിറ്റിയെക്കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞതാണ്. എന്തായിരുന്നു അത് അദ്ദേഹം പ്രേരിപ്പിച്ച് ഒന്ന് റീകളക്ട് ചെയ്താട്ട്. 2 ആഴ്ചയായില്ലേ, മറന്നു കാണും. ഒന്ന് റീകളക്ട് ചെയ്താട്ട്. 1, ദാനിയേലിന്റെ ധൈര്യം. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു വാക്യം എടുത്ത് ഞാൻ വായിച്ചു. ആരോർക്കുന്നു? 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. അവർ വായിച്ച ഇനി പറയാൻ ഇവർ പഠിപ്പില്ലാത്തവരും, ഇവര് പഠിപ്പില്ലാത്തവരാണ്, സാധാരണക്കാരാണ്. പക്ഷെ അവർക്ക് എന്താ ഉണ്ട്? ധൈര്യമുണ്ട്. അവരുടെ ധൈര്യം കാണുകയാലും, എന്നല്ലേ എഴുതിയിരിക്കുന്നത്, ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പുള്ളവരും പഠിപ്പില്ലാത്തവരും സാമാന്യ മനുഷ്യരുമാണ്. ആര്? ഈ ശിഷ്യന്മാർ. അവരുടെ ധൈര്യം. ദൈവമക്കൾ ധൈര്യശാലികളായിരിക്കണമെന്ന് പറയാനുള്ള കാരണം, ധൈര്യശാലികൾ എന്നതിന് മറ്റൊരു പദം കൊടുത്താൽ എന്നാ കൊടുക്കാൻ പറ്റും? നിർഭയത്വം. ധൈര്യത്തിന്റെ മറ്റൊരു ഭാഗം നിർഭയത്വം. നിർഭയത്വം എവിടെ നിന്ന് കിട്ടും? എങ്ങനെ നിർഭയമായിരിക്കുന്നത്? ഭയമില്ലാതിരിക്കുന്നത് എങ്ങനെയാണ്? എന്നേക്കാൾ കരുത്തനായിരിക്കുന്ന ഒരാളുടെ സഹിത്വം എനിക്കുണ്ടെന്നുള്ള അവബോധത്തിലാണ്, ഉത്തമ ബോധ്യത്തിലാണ് എനിക്ക് ധൈര്യം ലഭിക്കുന്നത്. എനിക്ക് തൽക്കാലം ഒന്നും സംഭവിക്കത്തില്ല. മക്കൾക്ക് പേടിയാകാം ഇരുട്ടത്ത്. പക്ഷേ ഇരുട്ടത്ത് അവരുടെ അപ്പൻ അവരുടെ കൂടെ ഉണ്ടെങ്കിലോ, ആ കൈ പിടിച്ചുകൊണ്ട് ഏത് കൂരിരുട്ടിലും അവർ നിൽക്കും. ഇപ്പം എൻ്റെ കൊച്ചുമോന്, ഇളയ കൊച്ചുമോൻ, അവന് ആ മുറിയിലോട്ട് പോകാനായിട്ട് അവിടെ ഇരുട്ടല്ലേ, ലൈറ്റില്ല. അപ്പച്ചാ വാ, ഇരുട്ടായാലും അപ്പച്ചനുണ്ടെങ്കിൽ അവൻ ആ മുറിയിൽ പോകാനായിട്ട് മടിയില്ല, ധൈര്യമാണ്. എവിടുന്ന് കിട്ടുന്ന നിർഭയത്തെ? എവിടുന്ന് കിട്ടുന്നതാണ്? ഒരു ആൾ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തോടെ. ദാനിയേലിന്റെ ധൈര്യം അതാണ്. നെബൂഖദ്നേസറിന്റെ അരമനയിലുള്ള ആളുകൾക്കും കാണാൻ പറ്റാത്ത ഒരു ഇൻവിസിബിൾ പേഴ്സന്റെ പ്രസൻസ്
എനിക്കുണ്ടെന്നുള്ള ഉത്തമ ബോധ്യം. അങ്ങോട്ട് എന്ന് ക്രുദ്ധനായ രാജാവിൻ്റെ മുഖത്തോട്ട് നോക്കിക്കൊണ്ട് പറയാം, ഞാൻ അർത്ഥം പറയാം. 19 വയസ്സുള്ള ഞാൻ അർത്ഥം പറയാം. രണ്ടാമത്തെ തന്നെ ഇതെല്ലാം ഞാൻ പറഞ്ഞ 4-5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാ. സെൽഫ് കോൺഫിഡൻസ് പറഞ്ഞാണ് പറഞ്ഞതാ, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാ. അപ്പം ഞാൻ ഈ പറഞ്ഞത് തന്നെ വെച്ചാൽ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കണമല്ലോ. അദ്ദേഹത്തിൻ്റെ വിനയം, അപരനുമായിട്ടുള്ള പങ്കാളിത്തം, ഇതെല്ലാം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് വീണ്ടും ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ശ്രദ്ധേയമായിരിക്കുന്ന മറ്റൊരു കാര്യം, നമ്മൾ ചില സ്ഥലത്തെ അങ്ങോട്ട് കയറി ഇടപെടേണ്ടി വരും. ആവശ്യമില്ലാത്ത ഇടപെടരുത്. ചില സന്ദർഭങ്ങളിൽ നന്മയ്ക്ക് വേണ്ടി അങ്ങോട്ട് ഇടപെടേണ്ടി വരും, അങ്ങോട്ട് ചോദിക്കേണ്ടി വരും, അങ്ങോട്ട് പറയേണ്ടി വരും ചില സന്ദർഭങ്ങളിൽ. ഞാൻ അതിന് ഉദാഹരണം പറഞ്ഞെന്താ, ക്ഷണിച്ചിട്ടില്ലെങ്കിലും എസ്തർ രാജസന്നിധിയിൽ ചെല്ലാൻ നിർബന്ധിതയായി. രാജാവ് പൊൻചെങ്കോൽ നീട്ടിക്കൊടുത്തു. അത്ഭുതം നടന്നത് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഈ മറ്റൊരു കാര്യം, അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ അവിടുത്തെ ചരിത്ര സംഭവം നിങ്ങൾക്കറിയാമോ? ഷണ്ണൻ്റെ കാര്യമാണ്. എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണൻ തേരിലിരുന്ന് വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക, യെശയ്യാപ്രവചന പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ദൈവം ഫിലിപ്പോസിനോട് പറഞ്ഞു, തേരിനോട് ചേർന്ന് നടക്കണം. അനുസരിച്ചു. തോന്നലല്ലല്ലോ, ദൈവം പറഞ്ഞല്ലേ, ചേർന്ന് നടന്നു. ഇനി അടുത്തത് നോക്കണേ, ഒരു പരിചയമില്ലാത്ത ഒരു മനുഷ്യൻ യെശയ്യാപ്രവചന പുസ്തകം ഉറക്കെ ആയിരിക്കണം വായിച്ചത്, അല്ലേ? ഉടനെ ദൈവാത്മാവ് വീണ്ടും പറയാണ്, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ? അടുത്തിരിക്കുന്ന ആളോട് നമ്മളെങ്ങാനും ചോദിക്കുമോ? ഇല്ല, ചോദിക്കത്തില്ല. പക്ഷെ ദൈവം ചിലത് പറയുമ്പോൾ നമ്മുടെ ബുദ്ധി കൊണ്ട് അത് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഫോർ ദ സേക്ക് ഓഫ് ഗോഡ്സ് നെയിം നമ്മളതനുസരിക്കണം. ചോദിക്കാൻ പറഞ്ഞു, ചോദിച്ചു, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നോ? ഒരു ചീത്ത അദ്ദേഹം പറഞ്ഞില്ല, ഒരു വള്ളും പറഞ്ഞില്ല. ഉടനെ റിപ്ലൈ എന്താണ്? ഒരാളിതിൻ്റെ പൊരുൾ തിരിച്ചതിൽ എനിക്കെങ്ങനെ മനസ്സിലാകും? അപ്പോൾ മരുഭൂമിയിലാണ് നടന്നു പോകുന്ന ഫിലിപ്പോസിനെ മരുഭൂമി കൂടെ പോകാൻ തേര് ദൈവം ഒരുക്കി കയറി ഇരുന്നോളാൻ പറഞ്ഞു, ഇൻവൈറ്റ് ചെയ്തു. ഒരു ലിഫ്റ്റ് കിട്ടി. ഇൻ ബിറ്റ്വീൻ ഇങ്ങനെ അങ്ങോട്ട് വായിക്കുന്നതിനെ യെശയ്യാപ്രവാചകന്റെ പ്രവാചക പുസ്തകത്തിൽ അരുമനാഥനായ യേശുക്രിസ്തുവിനെ പരാമർശിക്കുന്ന ഭാഗത്തെക്കുറിച്ച് അങ്ങോട്ട് വർണ്ണിച്ചു. ഒരു ക്രിസ്ത്യാനിയാകാൻ ആവശ്യമായിരിക്കെ എന്തൊക്കെയാണെന്ന് ഈ സമയങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പോഴാണ് വെള്ളമുള്ള എത്തിയപ്പോൾ ശ്രദ്ധിക്കണം, ഫിലിപ്പോസ് പറഞ്ഞില്ല നീ ഇവിടെ ഇറങ്ങി മുങ്ങാൻ. പറഞ്ഞില്ല. പിന്നെ ഷണ്ണൻ ഫിലിപ്പോസിനോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ വേണം. ഷണ്ണൻ ഫിലിപ്പോസിനോട് ആവശ്യപ്പെടുകയാണ്. അതായത് ചർച്ചിന്റെ ഭാഗമായി തീരാൻ ഇത് വേണം, തിരുശരീരത്തിന്റെ ഭാഗമായി തീരണം, അതിന് ഇത് വേണം, ഈ ഒരു ബാപ്റ്റിസം വേണമെന്ന് ബോധ്യമുള്ളപ്പോൾ അവിടെ ഇറങ്ങി സ്നാനപ്പെട്ട് തിരുസഭയുടെ അംഗത്വത്തിലേക്ക് പ്രവേശിച്ചു എന്ന, അവിടെ സഭയുടെ കൈയടിയും പാട്ടും ഒന്നുമില്ല. ആ വലിയ യൂണിവേഴ്സൽ ചർച്ചിന്റെ ഭാഗമായി ഞാനും തീർന്നിരിക്കുന്നുവെന്ന ബോധ്യത്തോടെ യാത്രയായി യൂറോപ്പിൽ ചെന്ന്, എത്യോപ്യയിൽ ചെന്ന് ദൈവത്തിന്റെ വചനം ശരിയായിട്ട് അങ്ങോട്ട് പ്രസംഗിച്ച് ഭയങ്കര മാനസാന്തരവും അവിടെയുള്ള ചർച്ചൊക്കെ ഫോം ചെയ്യാനായിട്ട് ഇടയായി. അങ്ങോട്ട് ഇനിഷ്യേറ്റീവ് എടുത്തതാണ്. ഇനിയും പഴയ നിയമത്തിൽ അതിശ്രദ്ധേയമായിരിക്കുന്ന ഒരു സംഭവം, ശമൂവേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായം. ആരുടെ കാര്യമാണ്? ദാവീദിന്റെ കാര്യമാണ്. നമുക്കെല്ലാം പരിചയമുള്ളതാണ്. ഞാൻ എന്തിനാണ് വേദപുസ്തകത്തിന്റെ കോണ്ടെക്സ്റ്റ് പറയുന്നത്? കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ദാനിയേൽ പ്രവചനത്തിന്റെ കഥ പറഞ്ഞു പോവുകയല്ല. ദ ഹോൾ ബൈബിളിന്റെ കോണ്ടെക്സ്റ്റിൽ ഈ ദാനിയേൽ പ്രവചനം നമ്മൾ ധ്യാനിക്കുക. ചേട്ടന്മാരെല്ലാം മിടുക്കന്മാരാണ്, അവരെയൊക്കെ ആർമി ചേർത്ത് 5-6 ആടുള്ളതിനും തീറ്റിക്കൊണ്ട് നടക്കുന്ന പരിപാടിയാണ് ആരുടേത്?
ഈ ദാവീദിന്റെ. അപ്പോൾ ശമൂവേൽ ഉപദേശി അവിടോട്ട് വിട്ടു. ശമൂവേൽ ഉപദേശി എന്നപ്പോൾ കൊള്ളാവുന്ന പിള്ളേരെ എല്ലാം വരുത്തിയിട്ടുണ്ട് അപ്പൻ. ഈ കൊച്ചിനെ അവിടെ വിട്ടിരിക്കുക, ആടിനെ മേയ്ക്കാൻ വിട്ടിരിക്കുക. വല്ലോ മനസ്സിലായോ? എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ദൈവം ദാവീദിനെ അയച്ചത്? ചരിത്രം സ്മരിക്കത്തക്ക തരത്തിൽ ഒരു വലിയ സംഭവം ഭാവിയിൽ നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ ഉണ്ടെന്ന് സർവജ്ഞനായ ദൈവത്തിന് അറിയാവുന്നതിനാൽ അതിനൊരുക്കിയെടുക്കാൻ വേണ്ടി അങ്ങോട്ട് വിട്ടതാണ്. ഒരുക്കാൻ വേണ്ടി വിട്ടതാണ്. മനസ്സിലായോ? അതെന്തായിരുന്നു? ഈ പലസ്തീൻ നാട്ടിലെ ഇടയന്മാർ വളരെ വിദഗ്ധന്മാരായിരിക്കുന്ന ആളുകളാണ്. ആടിന് ഒത്തിരി കൂട്ടമായിട്ട് ആടിനെ കൊണ്ടുപോകും. നോർത്ത് ഇന്ത്യയിലൊക്കെ പോയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, കൂട്ടമായിട്ട് ഇങ്ങനെ ആടിനെ കൊണ്ടുപോകും. ചില ആടുകൾ ഇങ്ങനെ കടിച്ച് കൂട്ടം വിട്ടു. ഇടയൻ്റെ കയ്യിൽ ഒരു കവണയുണ്ട്. ആ കവണയിൽ കല്ല് വെച്ചിട്ട് ഉന്നം വെച്ച് ഇങ്ങനെ പോകുന്ന ആടിൻ്റെ മൂക്കിൻ്റെ തുമ്പത്ത് വരത്തക്ക തരത്തിൽ എഴുതി വിടും. അപ്പോൾ ഈ ആടിൻ്റെ മൂവ്മെൻറ്റ്സും ഇതിൻ്റെ സ്പീഡും കാൽക്കുലേറ്റ് ചെയ്താണ് ഈ മനുഷ്യൻ ചെയ്യുന്നത്. ഇത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് അവനറിയാം. ഈ ആടിൻ്റെ സ്പീഡ് അറിയാം. നോക്കണേ, ഈ കമ്പ്യൂട്ടർ വിദ്യയൊന്നും പ്രചരിക്കാത്ത കാലത്ത്, ഈ കണക്കൊന്നും ഇത്രയും ഡെവലപ്പ് ചെയ്യാത്ത കാലത്ത് ഇത് കണക്ക് കൂട്ടി ആട് മൂവ് ചെയ്യാണ്. ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പം ഈ ഞാനിവിടുന്ന് എഴുതി വിടുന്ന അത് അതിൻ്റെ മൂക്കിൻ തുമ്പത്ത് കൊള്ളണം. മൂക്കെ കൊള്ളല്ലേ, മൂക്കിൻ തുമ്പത്ത് കൊള്ളണം. അത്ര സൂക്ഷ്മമായ ഉന്നം വെച്ച് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. എന്നാലേ ഗോലിയാത്തിനെ വീഴ്ത്താൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ പോയപ്പം ഗോലിയാത്തുണ്ടെന്നോ എന്താ പറയുന്ന, അപ്പം പറഞ്ഞു, ഇശായി പറഞ്ഞോ ഗോലിയാത്ത് വരുന്നുണ്ടെന്നോ? ഇല്ല. ചേട്ടന്മാർ പറഞ്ഞോ ഗോലിയാത്ത് വരുന്നു? ഇതൊന്നും വിഷയമല്ലെന്ന്. തമ്പുരാൻ അയക്കുന്നിടത്ത് തമ്പുരാൻ പറയുന്ന സമയത്ത് തമ്പുരാൻ പറയുന്ന വിധത്തിൽ അങ്ങ് പോയാൽ മതി. ഗോലിയാത്തുമാർ തന്നെ വീണോളും. വീണാൻ ദൈവം തന്നെ ഉപയോഗിച്ചോളൂ. നമ്മുടെ മിടുക്കൊന്നുമല്ല. അതിനൊരു ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ് വിധേയപ്പെടണം, ട്രെയിനിങ് അനുസരിക്കണം. എനിക്ക് അടുത്ത സമയത്ത് ആ രഹസ്യം മനസ്സിലായത്. ഇതിനു വേണ്ടിയാണ് വിട്ടതെന്ന്. ഇതിനു വേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടിയാണ് ദാവീദിനെ അവിടേക്ക് അയച്ചത്. ഉന്നം വയ്ക്കുന്ന പരിപാടി അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് വിട്ടത്. അടവേ പഠിച്ചു വന്നു. അങ്ങനെ ഇരിക്കുമ്പം ഇവർ യുദ്ധത്തിനും പോയി. അപ്പൻ്റെ വീട്ടിൽ ദാവീദ് കൊണ്ട് ഒരു ദിവസം അപ്പം വിളിച്ചിട്ട് പറഞ്ഞു, എടാ നിന്റെ ചേട്ടന്മാർ യുദ്ധത്തിൽ പോയിരിക്കുകയല്ലേ, അക്കാലത്ത് അങ്ങനെ പോവാം, കുറേ വിഭവങ്ങളൊക്കെ എടുത്തിട്ട് അവർക്കൊണ്ട കൂടെ പാൽക്കട്ടി സഹസ്രാധിപന് കൂടെ എന്നൊക്കെ പറഞ്ഞ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്ത് ഈ കൊച്ചിനെ വിട്ടു. ചെറുപ്പക്കാരനെ അവിടെ വിട്ടു. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചേട്ടന്മാരെയോ കണ്ടപ്പോഴേ ചേട്ടന്മാർ പറഞ്ഞു, 5-6 ആടെണ്ണനും വിട്ടേച്ച് അവൻ പട കാണാൻ വന്നേക്കുക. കാരണം ദൈവം അയച്ചത് ചേട്ടന്മാർക്ക് പോലും മനസ്സിലാകത്തില്ല. ദൈവത്തിൻ്റെ മിഷൻ എന്താണെന്ന് ഈ ചേട്ടന്മാർക്ക് പലർക്കും മനസ്സിലാകത്തില്ല. ഈ സഭയിൽ തന്നെ ചേട്ടന്മാരുണ്ട്. യുവന്മാർക്ക് ഇത് മനസ്സിലാകാത്തോണ്ട് ഈ കുഴപ്പങ്ങളൊക്കെ ദൈവം അയച്ചതാണെന്ന് റിയലൈസ് ചെയ്യാൻ പറ്റാത്ത ചേട്ടന്മാരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. എന്തോ ചെയ്യാൻ, എടാ നീ എന്തിനാ വന്നിരിക്കുന്നത്, പട കാണാൻ വന്നതാണോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് തെറ്റിദ്ധരിച്ചു. പക്ഷെ അവൻ്റെ ഒരു മിഷൻ ആര് കൊടുത്തിരുന്നു? ദൈവം കൊടുത്തിരുന്നു. അപ്പനല്ല, ഇശായിയല്ല, ദൈവം കൊടുത്തിരുന്നു. അത് നിൽക്കുമ്പോഴാണ് വലിയ അജാന ബാഹുവിനത്തെ കണ്ട പേടിച്ചു വന്ന് ഒരുത്ത് നിന്നുകൊണ്ട് ഇസ്രായേൽ ജനത്തെ വെല്ലുവിളിക്കുന്നു. ഇത് കേട്ടപ്പം ഇവന്റെ ഇൻഡിഗ്നൻസി, ധാർമ്മിക രോഷം, എടാ ഇവനാരായത്? ഈ അഗ്രകർണിയായ മനുഷ്യൻ ഇസ്രായേൽ ജനത്തെ നിന്ദിക്കുകയോ, ജീവനുള്ള ദൈവത്തിന്റെ സൈന്യത്തെ നിന്ദിക്കുകയോ? അവനങ്ങോട്ട് ധാർമ്മിക രോഷം കൊണ്ടിട്ട് പറഞ്ഞു, ഇല്ല, അവനെ ഇന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. വർത്തമാനം രാജാവിൻ്റെ അടുക്കലെത്തി ശൗല് വിളിപ്പിച്ചു, എടാ നിനക്ക് യുദ്ധമൊന്നും അറിയത്തില്ല, നീ പിന്നെ എങ്ങനെ ചെയ്യാനാ? യുദ്ധം അറിയത്തില്ല, പക്ഷെ ഒരു കാര്യം ദാവീദിന് അറിയാം, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്.
യഹോവയോടൊത്തു നിൽക്കുന്നവർക്ക് വേണ്ടി യഹോവ യുദ്ധം ചെയ്യും. നമ്മളല്ല ചെയ്യുന്നേ. ബട്ട് ഇഫ് യു ആർ വിത്ത് ഗോഡ്, ഹി വിൽ ഡു ഇറ്റ്, ഹി ഡസ് ഇറ്റ്. അതാണ് പ്രധാനപ്പെട്ടത്. ദൈവത്തോട് നമ്മൾ എന്നുവെച്ചാൽ മതി, ദൈവം ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ. നമ്മളെ ഇൻസ്ട്രുമെന്റ് മാത്രം, വി ആർ മീൻസ്, മുഖാന്തരങ്ങളാണ്. നമ്മുടെ ഭാഗത്ത് ഇനിഷ്യേറ്റീവ് എടുക്കണം. രാജാവ് വിളിച്ചിട്ട് പറഞ്ഞു, എടാ നിന്നെ കൊണ്ട് പറ്റുമോ? നിന്നെ കണ്ടിട്ട് പറ്റത്തില്ല, കാരണം നീ ഇത്രയേ ഉള്ളല്ലോ, എങ്ങനെ? അപ്പോൾ രാജാവിനോട് പറഞ്ഞ അനുഭവസാക്ഷിയുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? പിന്നെ വേറെ പണിയൊന്നുമില്ല, ഞങ്ങൾക്ക് ആ പാടെ ഏവെങ്കിലും അറിയത്തുള്ളൂ, വേറെ ഒന്നും ഞങ്ങൾക്ക് നിശ്ചയമില്ല. വായിക്കത്തുമില്ല, പഠിക്കത്തുമില്ല, പഠിപ്പിക്കത്തുമില്ല. എന്തോ അറിയാം, കേട്ടോണ്ടിരിക്കുക. എന്താ സംഭവിച്ചത് അതും അറിയത്തില്ല. ദാവീദ് എന്താ ചെയ്ത്, അവിടെ എന്താ സംഭവിച്ചത് അതും അറിയത്തില്ല. രാജാവിനോട് ദാവീദ് പറഞ്ഞെന്താ സാക്ഷി, അനുഭവ സാക്ഷി എന്താ പറഞ്ഞു? രാജാവേ, ഒരിക്കലൊരു സിംഹം മടുത്ത് വന്നപ്പോൾ ഞാൻ അതിനെ പിടിച്ച് കുഞ്ഞാടിനെ പോലെ കൈകാര്യം ചെയ്തെന്ന്. ഒരിക്കലും കരടി വന്നപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തെന്ന്. അങ്ങനെ എന്നെ കൊണ്ട് അവന്റെ വിശ്വാസം കൊണ്ടോ, അങ്ങനെ എന്നെ കൊണ്ട് ചെയ്യിച്ച ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ ജീവനുള്ള ദൈവത്തെ നിന്ദിക്കുന്ന ഇവനെ അവരിൽ ഒന്നിനെ പോലെ ആക്കി തീർക്കും. ഈ ദാനിയേൽ എഴുതി പഠിക്കുന്നത് ദാവീദിന് ചരിത്രമാണ്. ഈ ജനത്തിന് അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യ ഭാവത്തെ പ്രകടമാക്കാൻ വേണ്ടി ദൈവം ചരിത്രത്തിൽ എടുത്ത് ഉപയോഗിച്ച വ്യക്തികളെ ദാവീദ്, അത്രയേ ഉള്ളൂ. അവനങ്ങനെ ഈ ശൂലവും കുന്തവും അതോ കണ്ട തന്നെ പേടിച്ചു പോകും. വലിയ ഒരു പരിചയക്കാരൻ മുന്നിലുണ്ട്, ഒരുത്തൻ പരിചയം പിടിച്ചോണ്ടാ നിൽക്കുന്നത്. ഈ കൊച്ചൻ എന്തോ ഉണ്ട്, ആടിനെ തിരുന്നിടത്തുനിന്ന് വന്ന മുളവടിയുണ്ട്, ഒരു ചഞ്ചിയുണ്ട്, 3-4 കല്ലുമുണ്ട്. ഉടനെ അവൻ നിന്ദിക്കുന്ന നിന്നയൊക്കെ അവിടെ വായിക്കുന്നുണ്ട്. നല്ല രസമാണ് വായിക്കാൻ. നിങ്ങൾ വീട്ടിൽ ചെന്ന് ദയവായിട്ട് ദൈവത്തെ ഓർത്ത് വായിക്കണം. നിങ്ങൾ ആനന്ദം കൊണ്ട് തുടുതരാകും. ഒന്നും വേണ്ട ദൈവത്തിന്റെ പൈതലേ, നിന്റെ കയ്യിൽ ഒന്നും വേണ്ട. നിനക്ക് ബലമില്ലെങ്കിൽ അവന് നിനക്ക് ബലം തരാൻ പറ്റും. ഏത് വാക്യമാണ്? യെശയ്യാപ്രവചനം 40-ാം അധ്യായത്തിന്റെ 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിച്ചോ. അവൻ ബലമില്ലാത്തതിന് ബലം വർദ്ധിപ്പിക്കും, ക്ഷീണിച്ചിരിക്കുന്നതിനെ ബലപ്പെടുത്തും. യൗവനക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും. യഹോവയെ കാത്തിരിക്കുന്നവർ വാക്യമല്ലേ, ഏതാണ്ടൊക്കെ അറിയാം അല്ലേ? ഇതൊക്കെയാ പഠിക്കേണ്ടത്, ഇങ്ങനെയൊക്കെയാ പഠിക്കേണ്ടത്. ഇതെല്ലാം ദാനിയേൽ പ്രവചനം പഠിക്കുമ്പോൾ ഇതെല്ലാം വരുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ബന്ധപ്പെട്ട ദാനിയേൽ പ്രവചനം, ഇതെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ പഠിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ കഥ പറഞ്ഞു പോയാൽ മതി, അത് താല്പര്യമില്ല. ഇത് ടോട്ടൽ ബൈബിളിന്റെ വെളിച്ചത്തിൽ, ടോട്ടൽ പിക്ചറിന്റെ വെളിച്ചത്തിൽ വർത്തമാനകാല ചർച്ചുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ദാനിയേൽ പ്രവചനത്തെ വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ അവനെ പരിഹസിച്ചു. നീ എന്താടാ, ഞാൻ നായാന്നോ? എൻ്റെ നേരെ വടിയായിട്ടൊക്കെ വരാനായിട്ട് ഞാൻ നായാന്നോ? അവൻ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എന്താ ഒരു കാര്യം പറഞ്ഞു. അവനോട് ഒരു കാര്യമേ ദാവീദ് പറഞ്ഞു, നീ നിന്റെ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് എൻ്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു. ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീട്ടിൽ പോയി ഇതെങ്കിലും കാണാൻ പഠിക്കുക. നീ നിന്റെ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചു എൻ്റെ നേരെ വരുന്നേ. പക്ഷെ നീ നിന്ദിക്കുന്ന സൈന്യങ്ങളുടെ ദൈവത്തെ എനിക്കറിയാം, നിനക്കറിയത്തില്ല. എൻ്റെ ദൈവത്തെ നിനക്കറിയത്തില്ല. എൻ്റെ ദൈവം ഇവിടെ വെളിപ്പെടാൻ പോവാ. ദൈവത്തെ വെളിപ്പെടുത്താൻ വേണ്ടി ദൈവം എന്നെ ഇവിടെ വിട്ടേക്കുക. എൻ്റെ കയ്യിൽ നിന്റെ കയ്യിലുള്ളത് എൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിലുള്ളത് നിന്റെ കയ്യിലില്ല. ഇപ്പൊ കണ്ടു ഏതാണ് ശരിയായിട്ടെന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവൻ്റെ മുഖത്തോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുക. കല്ല് കയ്യിലെടുത്തു, ഒറ്റയേർ. എവിടെ ചെന്ന് കൊണ്ടു? പണ്ട് ഉന്നം പഠിപ്പിച്ചില്ലേ ദൈവം? ഇതിനായിരുന്നു മറ്റ് സൂക്ഷ്മമായ മർമ്മം അവിടെ ചെന്ന് കൊണ്ടു. കൈ വാളൊന്നുമില്ലായിരുന്നു. ഓടിച്ചെന്ന് അവൻ്റെ വാള് തന്നെ ഊരി തല വെട്ടിക്കൊണ്ടുവന്ന് ശൗലിന് കാഴ്ചവെച്ചു. എന്തോ മനസ്സിലായി, സഹോദരന്മാരെ കാണാൻ പോയതാ. പക്ഷേ ദൈവം പറഞ്ഞപ്പോൾ ഇനിഷ്യേറ്റീവ് എടുത്ത കണ്ടോ,
നമ്മൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോഴൊക്കെ ചിലതൊക്കെ വെളിപ്പെട്ട് വരത്തുള്ളൂ. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ ഡൽഹിക്ക് കൺവെൻഷന് പോവാം. അപ്പോൾ യാത്രയുടെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് സെക്കൻഡ് എ സിയിൽ യാത്ര. അന്ന് നമുക്ക് സെക്കൻഡ് എ സി പോകുമ്പോൾ കൺസെഷനാണ്, 60 വയസ്സ് കഴിഞ്ഞവർ കൺസെഷൻ. അപ്പോൾ എനിക്ക് ലോവർ ബെർത്ത്, ഇപ്പുറത്തൊരു മനുഷ്യൻ, അദ്ദേഹത്തിനും ലോവർ ബെർത്താണ്. ആ കയറിയപ്പോൾ മുതലേ കമ്പ്യൂട്ടർ ലാപ്ടോപ്പിൽ അതിൻ്റെയൊക്കെയോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര ഒരു വലിയ സമ്പന്നമായിരിക്കുന്ന ഒരു മനുഷ്യൻ. ഞാനൊരു പുസ്തകമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ വേർ ഈസ് ഗോഡ് വെൻ ഇറ്റ് ഹർട്ട്സ് എന്നുള്ളൊരു പുസ്തകമുണ്ട്, ഫിലിപ്പിയാൻസിയുടെ. അത് വായിച്ചുകൊണ്ട് പോവാം. ചായ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ബ്രദർ യു വാണ്ട് ടു ഹാവ് എ കപ്പ് ഓഫ് ടീ? ഓക്കെ ലെറ്റ്സ് ഹാവ്. പൈസ അയാൾ കൊടുത്തു. പൈസ അയാൾ കൊടുപ്പിക്കാൻ വേണ്ടി ചോദിച്ചതല്ല, അയാൾ കൊടുത്തു. ഞങ്ങളുടെ സംഭാഷണം തുടങ്ങി. ഇതൊക്കെ അയാൾ ആത്മഹത്യയുടെ വഴി തേടി പോകുന്ന ആളാണ്. ഫാമിലി പ്രോബ്ലം മൂലം ആത്മഹത്യയുടെ വഴി തേടി വിജയവാഡയിൽ ഇറങ്ങുവാണ്. വിജയവാഡയിൽ ഇറങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പാണ് ഈ സംഭവം. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. എനിക്കറിയാവുന്ന, എനിക്ക് ആപ്പാടെ 2-3 ഇംഗ്ലീഷ് വാക്കേ അറിയത്തുള്ളൂ. നിങ്ങൾക്കറിയാം, ഇത്രയും നാളുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവും എല്ലാം കൂടെ കൂട്ടി ഞാൻ അദ്ദേഹത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. എൻ്റെ ഹാർട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. എന്താണ് ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ റെസല്യൂഷൻ, എന്നാണ് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന പ്രോബ്ലത്തിൻ്റെ റെസല്യൂഷൻ എന്താണ്? അത് ആത്മഹത്യയല്ല. അതിന് വഴി സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം യേശുക്രിസ്തുവാണ്. ഞാൻ ആ യേശുക്രിസ്തു വിശ്വസിക്കുകയും എൻ്റെ ജീവിതത്തിൻ്റെ കംഫർട്ട് ഞാൻ അതിൽ കൂടെ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ട്രെയിൻ വിജയവാഡ സ്റ്റേഷനിൽ വന്നു. എന്നെ കൈ പിടിച്ച് ഹഗ് ചെയ്തിട്ട് പറഞ്ഞു, എൻ്റെ ജീവനെ നീ രക്ഷിച്ചു. പക്ഷേ അതെങ്ങനെ? ഞാൻ ആത്മഹത്യ ചെയ്യാനായിട്ട് തയ്യാറെടുത്ത ഏതാനും മിനിറ്റുണ്ട്. കാര്യങ്ങളെല്ലാം പറഞ്ഞു. വൈഫ് ഓടിപ്പോയി, ബിസിനസ് നഷ്ടപ്പെട്ടു, കടക്കണിയിലായി, ജീവിച്ചിട്ട് കാര്യമില്ല. അവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി പോയ മനുഷ്യനാണ്. നമ്മൾ ഒരു കപ്പ് ചായ കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചതേ ഉള്ളൂ. ചില ഇടത്ത് ഇങ്ങനെയുള്ള ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് നല്ലതാണ്. ഞാൻ എന്ത് പറയാൻ വന്നാൽ നിങ്ങൾ പറയും കാട് കയറിക്കുക, അല്ല, ഫാക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നിലവിളി കേൾക്കുന്നല്ലോ, ആ പാടെ ഒരു മൂകത ഉണ്ടല്ലോ. ഐ ഫീൽ സംതിങ് എക്സ്ട്രാ ഓർഡിനറി ഈസ് ഹാപ്പനിങ് ഹിയർ. സംതിങ് ഈസ് ഹാപ്പനിങ് ഹിയർ. എന്തോ സംഭവിക്കുന്നു. അപ്പോഴാണ് വിവരം പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദിസ് ഈസ് ഗോഡ്സ് ടൈം. ദിസ് ഈസ് ഗോഡ്സ് ടൈം, നോട്ട് മൈ ടൈം. ദിസ് ഈസ് ഗോഡ്സ് ടൈം. ഞാൻ അവൻ്റെയാണ്. എൻ്റെ ദൈവമേ, നിന്നെ വെളിപ്പെടുത്താനുള്ള അവസരം വീണ് കിട്ടിയിരിക്കുന്നു. സ്തോത്രം. ഞാൻ പോവാ. അതൊക്കെ ഇമ്മീഡിയറ്റ് പ്രയറാണ്. അതൊക്കെ അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അത് മിനിറ്റുകളൊന്നുമില്ല, ഇമ്മീഡിയറ്റ് പെട്ടെന്നൊരു പ്രാർത്ഥനയുണ്ട്. അങ്ങനെ പെട്ടെന്ന് പ്രാർത്ഥന ഉണ്ടെന്നുള്ള ഒരു ഒരു വാക്യം ഒരു ചെറിയ പ്രവാചകനകത്താണ്. പഴയ നിയമത്തില്ല, സങ്കീർത്തനങ്ങൾക്ക് മുമ്പാ. നെഹമ്യ, അല്ല നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നത്? അർത്താശ്ശേത രാജാവ് ചോദിച്ചു, നിന്റെ മുഖം എന്നാ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, എന്നാ വാടിയിരിക്കുന്നത്? വൈ ആർ യു ലുക്കിംഗ് gloomy? You are so gloomy. You are so sad. You feel. What happened to you? എന്നിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. വീട്ടിൽ ചെന്ന് വായിച്ചോണ്ട് നെഹമ്യാന്റെ പുസ്തകം. ഉടനെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് അതിന് പറയുന്ന ഒരു കമന്റേറ്റർ പറയുന്ന വാക്കെന്നറിയാം, പ്രേരോഗ്രാം. ടെലഗ്രാം ഉണ്ട്, ഇപ്പോൾ ഒരു വാക്കൂടെ കിട്ടി, പ്രേരോഗ്രാം. ഇമ്മീഡിയറ്റ്ലി ഉടനെ ഞാൻ പ്രാർത്ഥിച്ചിട്ട്, അരിയൊക്കെ പറഞ്ഞു ദാനിയേൽ പ്രാർത്ഥിച്ചെന്ന് അവിടെ എഴുതിയിട്ടില്ല. ഞാൻ വിശ്വസിക്കുന്നു. ഉടനെ പ്രാർത്ഥിച്ചിട്ട്, എൻ്റെ കർത്താവേ, അത്രയും വിളിച്ചാൽ മതി. അങ്ങോട്ട് ചെന്നു. രാജാവിൻ്റെ മുഖഭാവം മാറി. ക്രുദ്ധനായ രാജാവിൻ്റെ മുഖഭാവം മാറി. എനിക്ക് സമയം തരണം, ഞാൻ അർത്ഥം ബോധിപ്പിക്കാം.
സമ്മതിച്ചോ ദാനിയേൽ? രാജാവ് സമ്മതിച്ചോ? അതോ ഇറങ്ങിപ്പോകാൻ പറഞ്ഞോ? ഇല്ല. ദൈവവേദനേ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ആരാ? ദൈവമാണ്. നമ്മൾ ദൈവത്തോടൊത്താണെങ്കിൽ ഏത് സിറ്റുവേഷനെയും അഭിമുഖീകരിക്കാനുള്ള കരുത്ത് നമുക്ക് ദൈവം നൽകുമെന്നുള്ളതിൻ്റെ വ്യക്തമായിരിക്കുന്ന തെളിവാണ് നമ്മളിവിടെ വായിക്കുന്നത്. അപ്പോൾ അങ്ങനെ രാജാവിനോട് സമയം പറഞ്ഞ ശേഷം അടുത്തതായിട്ട് ദാനിയേൽ ചെയ്തതാണ് ശ്രദ്ധേയമായിരിക്കും. എല്ലാവരുടെയും കയ്യിലെ പുസ്തകം എടുത്താട്ട് ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം ശ്രദ്ധിച്ച് നിങ്ങൾ എന്നോടുകൂടെ ചേർന്ന് പറയണം. 17-ാമത്തെ വാക്യം. പിന്നെ വായിച്ച ഒരാൾ. നിർത്ത. 17-ാമത്തെ വാക്യം. പിന്നെ ദാനിയേൽ വീട്ടിൽ ചെന്നു. എന്താ പ്രശ്നം? ഞങ്ങളുടെ എക്സിസ്റ്റൻസിന് ചോദ്യം. ഞങ്ങൾ നശിക്കാൻ പോവാ, ഞങ്ങളെ കൊല്ലാൻ പോകുന്ന വിധി പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ റെസൊല്യൂഷനായിട്ട് എങ്ങോട്ടാ പോയത്? അവിടെ ചർച്ചില്ലല്ലോ, നേരെ പോയത് എങ്ങോട്ടാ? വീട്ടിൽ ചെന്നു. ഞാനൊരു കാര്യം ചോദിക്കാം. വീട് ജീവിതത്തിൻ്റെ നിർണായക നിമിഷങ്ങളിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ പറ്റിയ ഇടമാണ്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രമുള്ളൊരു ഇടമുണ്ടോ ഭവനങ്ങളിൽ? എൻ്റെ ദീർഘനാളത്തെ ആഗ്രഹമായിരുന്നു വീട് പഴയ വീട്ടിൽ അതുണ്ടായിരുന്നില്ല. വീട് പണിയാണെങ്കിൽ എൻ്റെ ആദ്യത്തെ മുറി പ്രാർത്ഥനാ മുറിയായിരിക്കും. അപ്പോൾ എൻ്റെ പിള്ളേർ പറഞ്ഞപ്പോൾ അവരതിന് ഓഫീസ് റൂം എന്നൊക്കെ അങ്ങ് വ്യാഖ്യാനിച്ചു. ഞാൻ പറഞ്ഞു നോ. സിഎംറിസ്റ്റം വന്ന് കണ്ടിച്ച് പറഞ്ഞു പ്രയർ റൂം എന്ന് എഴുതി വെക്കാൻ പറഞ്ഞു. അതും വേണ്ട. കയറി വരുമ്പോൾ വചനം കണ്ടോണം. വലത്ത് വശത്തെ ആദ്യത്തെ മുറി പ്രാർത്ഥനാ മുറി. പൊണ്ണക്കാര്യം പറയാൻ വേണ്ടിയല്ല. നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ ഒത്തിരി കാര്യം നമ്മുടെ മനസ്സിലുണ്ട്. പ്രാർത്ഥിക്കാനൊരിടമുണ്ടോ? ഈ ഹിന്ദുസിൻ്റെ വീടുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭക്തരായ ഹിന്ദുസിൻ്റെ വീടുകൾ. ഞാൻ ഈ വീട് അന്വേഷിച്ച് നടന്ന് പല ഹിന്ദുസിൻ്റെ വീട് പോയി കണ്ടതാണ്. പല ഹിന്ദുസിൻ്റെ വീടുകളിൽ പൂജാമുറികളുണ്ട്. അവർ ശരിയാണെന്ന് അവർ സ്വർഗത്തിൽ പോകുന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അവർക്ക് പ്രാർത്ഥിക്കാനൊരു പ്രത്യേക ഇടമുണ്ട്. അവിടെ അവരുടെ ചുറ്റവട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നു. ജീവിതത്തിൻ്റെ തളരുന്ന അനുഭവത്തിൽ, ജീവിതത്തിൻ്റെ നിർണായക നിമിഷങ്ങളിൽ നെടുമ്പാട് വീഴാനും ഓടിച്ചെല്ലാനും മറ്റു യാതൊരു ബിസിനസ് അതിനകത്തില്ല. പ്രാർത്ഥന മാത്രം, ധ്യാനം മാത്രം, പഠനം മാത്രം. ദൈവസന്നിധിയിൽ ദൈവത്തെ കണ്ടുമുട്ടുന്ന ഇടം വീട്ടിൽ ചെന്നു. ഇതേ വാക്ക് ഈ പുസ്തകത്തിൽ മറ്റൊരു അധ്യായത്തിലുണ്ട്. ഈ പുസ്തകം മുഴുവൻ വായിച്ചിട്ടുണ്ടോ? ഓർക്കുന്നുണ്ടോ? 6-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. ദാനിയേൽ പ്രാർത്ഥിച്ചാൽ സിംഹത്തിന്റെ കൂട്ടിൽ ഇടുമെന്ന് കൽപ്പന വന്നു. രാജാവ് ദാരിയോശെ എഴുതിപ്പിച്ചപ്പോൾ ദേശത്തെ ഒന്നാമനാണ് ദാനിയേൽ. 120 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഭരണാധികാരികളിൽ ഒന്നാമനാണ് അദ്ദേഹം. ആദ്യം ചെയ്തതെന്ത്? രാജാവിന്റെ ഇമ്മീഡിയറ്റ് അടുത്ത ആളാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് തനിക്ക് അക്സസ് ഉണ്ട് രാജാവിന്റെ അടുക്കൽ. ഈ എഴുതിയ രാജാവിന്റെ അടുക്ക ചെല്ലാം എപ്പോഴും. പക്ഷെ പോയോ? ഇല്ല. പകരം എവിടെ പോയി? വീട്ടിൽ ചെന്നു. മാളികമുറി ഗുരുവായൂർ യെരൂശലേമിൽ തുറന്നിട്ടു. പണ്ട് ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം. പ്രശ്നം വരുമ്പം തട്ടിക്കുട്ടി ഒപ്പിക്കുന്നതല്ല പ്രാർത്ഥന. മനസ്സിലായോ? ഒരു ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന വിട്ടു വെക്കുമല്ലോ. എന്തിനാ? എന്തായാലും പ്രശ്നം വരുമ്പം തട്ടിക്കുട്ടി വെക്കുന്ന ഒരു പരിപാടിയല്ലത്. പതിവായി കൂട്ടിയില്ല, കുറച്ചുമില്ല. ഉണ്ടോ? പ്രശ്നം വന്നപ്പോൾ കൂട്ടിയില്ല, സ്വതന്ത്രത്തിന് ശക്തി കൂട്ടിയില്ല, ഇല്ലാത്തപ്പോൾ കുറച്ചുമില്ല. പതിവായി ചെയ്ത് വന്നതുപോലെ
3 നേരം തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ചു. എന്തിന്? സുമുക്കുട്ടിലിടുന്നതിന് വേണ്ടിയോ? പോട്ടെ, അത് നമ്മൾ 6-ാം അധ്യായം പഠിക്കുന്നുണ്ടേ. നമുക്ക് വീണ്ടും ഞാനത് ഓർപ്പിച്ചെന്നേ ഉള്ളൂ. ദാനിയേൽ വീട്ടിൽ ചെന്നു. ഇപ്പോൾ ദൈവാത്മാവ് ചോദിക്കുന്ന ചോദ്യമാണ്, നമ്മുടെ വീട്, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യേക സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കാൻ പറ്റിയ ഇടം ആകണം. വീട് ആരാധനയ്ക്ക് പറ്റിയ ഇടമാകണം. പണ്ട് വീട്ടിലായിരുന്നു സഭ വീട്ടിലാണ്. ഇപ്പോഴും ഉണ്ട്, ഹൗസ് ചർച്ചസ് ഉണ്ട്. ഈ സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യങ്ങളിലൊക്കെ ഹൗസ് ചർച്ചസ് ഉണ്ട്. ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ OIM-നോട് വർക്ക് ചെയ്യുന്ന സന്ദർഭത്തിൽ പല ഹൗസ് ചർച്ചസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഹൗസ് ചർച്ച, രഹസ്യമായ ഇടങ്ങളിൽ ഹൗസ് ചർച്ചസ് ഉണ്ട്. ഒരു 30 പേര് 40 പേരെ കാണുന്നുണ്ട്. ഇങ്ങനെ ഇത് കൊട്ടിപ്പാടുന്ന, ആ മേളം അടിക്കുന്ന ചെണ്ട പോലുള്ള സാധനം, ഡ്രമ്മല്ല വേറൊരു സാധനം, അതിന് ഇതൊക്കെ ഇട്ട് കിളിക്കുന്ന വാദ്യോപകരണങ്ങളെല്ലാം കൂടെ കൂടി മുട്ടിന്മേൽ നിന്നുകൊണ്ട് അക്ഷരാഭ്യാസം അതിനായിട്ടില്ലാത്ത സഹോദരീ സഹോദരങ്ങൾ പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുന്ന കാണുമ്പോൾ എന്തോ ആരാധനയെന്നറിയാം. നമ്മുടെ ആരാധനയൊന്നും അല്ലത്. നമുക്കൊരു സിസ്റ്റമാറ്റിക് ആരാധനാ ക്രമമുണ്ട്, അതിൻ്റെതായ ദോഷമുണ്ട്, അതിൻ്റെ ഗുണമുണ്ട്. ഇതാണ്ട് കൈയടിച്ച് പാടി നൃത്തം ചെയ്യുകയാണ്. ചിലയിടത്ത് ഞാൻ പ്രസംഗിക്കുന്ന സന്ദർഭത്തിൽ ഇവരുടെ റെസ്പോൺസ് കാണണം. ദൈവദിനം പറയുമ്പോൾ ഇവർക്ക് വേദവശം നല്ലോണം അറിയാം. അതെടുത്ത് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രഭു യേശു മസീഹ്, ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യും. ഹൗസ് ചർച്ചസ്. വീട്, നമ്മുടെ വീട് ആരാധനാ ഇടങ്ങളായി മാറും. വീട് ആരാധനാ ഇടങ്ങളാകുമ്പോഴാണ് ഇടവക ആരാധനയുടെ അർത്ഥം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ആസ്വാദ്യമാകും. നമുക്ക് വീട് ആരാധനാ ഇടങ്ങളാകുമ്പോൾ ഇടവകയിലെ ആരാധന, പൊതു ആരാധന, അച്ഛനോടൊത്തുള്ള ആരാധന, വിശുദ്ധ കുർബാന ശുശ്രൂഷ നമുക്ക് ആസ്വാദ്യകരമായി തീരും. അത് നമുക്ക് ആവശ്യമില്ല. ഇത് ഞായറാഴ്ച പുസ്തകമൊന്നും വേണ്ട, ഇനി ഇപ്പം ദൈവത്തിൻ്റെ കാരണോട് പുസ്തകമൊന്നും വേണ്ട, എല്ലാം ഇവിടെ കാണിക്കും. ഇല്ലേ? ഒന്നല്ലേ? എല്ലാം ഉണ്ടോ? അത് നീ പോന്ന ചാനൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാനിയേൽ നിർണായക പ്രതിസന്ധിയുടെ നടുവിൽ എവിടെ ചെന്നു? വീട്ടിൽ ചെന്നു. അടുത്തതെന്താണ്? 2-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം, താനും കൂട്ടുകാരും ബാബേലിലെ ശേഷം വിദ്വാൻമാരോട് നശിക്കാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ കരുണ അപേക്ഷിപ്പാൻ തക്കവണ്ണം കൂട്ടുകാരായ ഹനന്യാവോടും മീശായേലിനോടും അസര്യാവോടും കാര്യം അറിയിച്ചു. എല്ലാം മനസ്സിലായോ? ഈ വിഷയത്തിന് ഇടപെട്ടതാരാ? ദാനിയേല. ദൈവം പ്രവർത്തിച്ച ആർക്ക് വേണ്ടിയാ? ആരിലൂടെ? ദാനിയേലിലൂടെയാണ്. അപ്പൊ ഈ കൂട്ടത്തിൽ ലീഡർ ആരാ? ദാനിയേല. പക്ഷേ നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. ബാക്കി 3 പേരുടെ കൂട്ടായ്മ. 3 പേരുടെ കൂട്ടായ്മ. രാജാവേ, എനിക്ക് സമയം തരണം, ഞാൻ രാജാവിനെ അർത്ഥം ബോധിപ്പിക്കാം എന്ന് രാജസന്നിധിയിൽ ഉണർത്തിച്ചതിന്റെ പിൻപിലുള്ള രഹസ്യം ഇതാണ്. ടെക്നീഷ്യൻസിനെ അന്വേഷിക്കുകയല്ല, തന്ത്രശാലികളെ അന്വേഷിക്കുകയല്ല, പുസ്തകങ്ങൾ പരിശോധിക്കുകയല്ല. പിന്നെയോ താൻ ചെയ്യാൻ ആഗ്രഹിച്ചത് എന്താണെന്നറിയാമോ? ഈ വലിയ രഹസ്യങ്ങളെ അകത്താക്കി വെച്ചിരിക്കുന്ന വലിയവനായിരിക്കുന്ന ഒരു ദൈവത്തെ എനിക്കറിയാം. ആ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് വേലയിലുള്ള പങ്കാളിത്തം, വേലക്കാരുടെ പങ്കാളിത്തം. നാലിന് വലിയ ആളാണ്, പക്ഷേ ബാക്കി 3 പേരെയും കൂടെ ചേർത്ത് നിർത്തുന്നതിനുള്ള ഒരു വലിയ താല്പര്യം ദാനിയേലിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ അത്ഭുതം നടന്നത്. ഇവർ 4 പേരും കൂടെ ഒരുമിച്ച് ദൈവസന്നിധി ചെന്നത്, ഒരുമിച്ച് പ്രാർത്ഥിച്ചത്. അപ്പോൾ പ്രതിസന്ധി വന്നപ്പോൾ അതിൻ്റെ റെസൊല്യൂഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ദൈവത്തിൻ്റെ സന്നിധി, വീട്ടിൽ ചെന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ കരുണയ്ക്കും കൃപയ്ക്കുമായി യാചിക്കുന്നതിന് വേണ്ടി, പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി
സഹോദരന്മാരോട് ചേർന്ന് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി. ഇത് എന്നെ കൊണ്ട് സാധിക്കത്തില്ല, എന്നെ കൊണ്ട് തന്നെ സാധിക്കത്തില്ല, എനിക്ക് തന്നെ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് കൂട്ടുകാരോട് ചേർന്ന് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ദൈവത്തിന്റെ കരുണയ്ക്കായി, ദൈവത്തിന്റെ കൃപയ്ക്കായി യാചിച്ചു. അങ്ങനെയുണ്ടോ? അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത് അല്ലേ? ഒന്ന് നോക്കിയേ. ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തോട് കരുണയപേക്ഷിപ്പാൻ തക്കവണ്ണം, അല്ലേ? ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരുണ അപേക്ഷിപ്പാൻ തക്കവണ്ണം കൂട്ടുകാരെ ഹനന്യാവോടും മിശായേലിനോടും അസരിയാവോടും കാര്യം അറിയിച്ചു എന്ന് പറഞ്ഞതല്ല. ദൈവത്തിന്റെ കരുണയ്ക്കായി അയച്ചു എന്ന് പറഞ്ഞ അർത്ഥമല്ല. ഹി പ്രേയ്ഡ്, ഹി പ്രാർത്ഥിച്ചു, ദൈവത്തിന്റെ കരുണയ്ക്കായി പ്രാർത്ഥിച്ചു, ദൈവത്തിന്റെ വെളിപ്പാടിനായി പ്രാർത്ഥിച്ചു, ദൈവം ഇടപെടലിന് പ്രാർത്ഥിച്ചു. അപ്പൊ അങ്ങനെ പ്രാർത്ഥന എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതിന് ഒരു മീനിങ് പറഞ്ഞാൽ എന്താ പ്രാർത്ഥന? നമ്മൾ പ്രാർത്ഥിക്കാൻ പറയുന്നത് പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥന? പറ. നമ്മൾ പ്രാർത്ഥിക്കും, പക്ഷെ പ്രാർത്ഥന എന്താന്ന് പറയാൻ അറിയത്തില്ല. നമ്മൾ ആരോടാ പ്രാർത്ഥിക്കുന്നത്? ദൈവത്തോട്. പിന്നെ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറഞ്ഞേ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ രണ്ട്, അത് ആവശ്യങ്ങളൊക്കെ പിന്നെ വരും. മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ പ്രാർത്ഥന എന്ന സംജ്ഞയിൽ അടങ്ങിയിട്ടുണ്ട്. ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ അതൊക്കെ പിന്നെ വരും. ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. ആര് മുഖാന്തരം പ്രാർത്ഥിക്കുന്നത്? യേശു മുഖാന്തരമാണ് പ്രാർത്ഥിക്കുന്നത്, ത്രൂ ജീസസ്. പിന്നെ മൂന്ന്, ഇതെല്ലാം ഞാൻ പുസ്തകത്തിലുള്ളതായി പറയുന്നത് അല്ല, ബൈ ദ ഹെൽപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇതാ മൂന്ന് ഫാക്ടേഴ്സ് പ്രാർത്ഥനയിൽ. വി ആർ പ്രേയിങ് ടു ഗോഡ് ത്രൂ ജീസസ് ബൈ ദ ഹെൽപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പൗലോസ് പറയുന്നത് ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കാം, ആത്മാവോടും പ്രാർത്ഥിക്കാം. ബുദ്ധി കൊണ്ടും പാടാം, ആത്മാവ് കൊണ്ടും പാടാം. നമ്മൾ ആരോടാ പ്രാർത്ഥിക്കുന്നത്? ദൈവത്തോട്. ആരിൽ കൂടെയാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ എന്നല്ലേ പറയുന്നത്. അയ്യോ, നിർഭാഗ്യവശാൽ ഇപ്പൊ കുറെ എണ്ണം പ്രാർത്ഥിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ആമേൻ പറയത്തില്ല. ആയിരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ. കോൺട്രഡിക്ടറി ടു ദ ബൈബിൾ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലല്ല, യേശുവിൻ്റെ നാമത്തിലാണ് പ്രാർത്ഥന. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനയാണ്. മനസ്സിലായോ? യേശുവിൻ്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പാടുന്ന പാട്ടുണ്ട്, പുത്രന്റെ നാമത്തിൽ തൃത്വത്തിന്റെ നാമത്തിൽ ചോദിക്കുന്നതാണ് അല്ല, പുത്രന്റെ നാമത്തിലാണ് ചോദിക്കുന്നത്. ആരോട് ചോദിക്കുന്നു? പിതാവിനോട് ചോദിക്കുന്നു. നമ്മൾ ആര്? പുത്രനിലൂടെ നമ്മൾ മക്കള് അപ്പനോട് ചോദിക്കുന്നു. അതിന് നമ്മെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? പരിശുദ്ധാത്മാവ്. അതാണ് ശരിയായിട്ടുള്ള പ്രാർത്ഥന. വി ആർ പ്രേയിങ് ടു ഗോഡ് ത്രൂ ജീസസ് ബൈ ദ ഹെൽപ്പ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. ദാറ്റ് ഈസ് റിയൽ പ്രെയർ. നമ്മൾ പിന്നെ പറഞ്ഞെല്ലാം വരും. എന്തൊക്കെയാ? സപ്ലിക്കേഷൻസും ആപ്ലിക്കേഷൻസും നമ്മുടെ ഒത്തിരി ആവശ്യങ്ങളെല്ലാം വരും. എന്നാൽ ട്രൂ പ്രെയർ എന്ന് പറയുന്നത് എന്താ? നമ്മൾ പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് എന്താ പറയുന്നത്? ദൈവത്തോട് പറയുന്നത് എന്താ? നമ്മുടെ പ്രാർത്ഥന എങ്ങനെ? ഇപ്പം അങ്ങോട്ട് ചെന്നു, ദൈവസന്നിധിയിലോട്ട് ചെന്നു. ഇപ്പം ഇവർ പ്രാർത്ഥിക്കാൻ ചെന്ന് അവരുടെ കാര്യങ്ങളെല്ലാം പറയാൻ, കർത്താവേ ഇങ്ങനെ കാര്യം ഇങ്ങനെ പിതാവ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അല്ല. ഇവരെന്തിനാ ചെന്നത്? പോയിന്റ് എന്നുള്ളതാണോ? ഈ യഥാർത്ഥ ട്രൂ പ്രെയർ എന്ന് പറയുന്നതിന് ഈ തമ്പുരാൻ കർത്താവ് നമ്മളെ ലോകത്തിൽ അത് പഠിപ്പിച്ചു. ഭയങ്കര ക്രൂഷ്യൽ മോമെന്റ് തൻ്റെ ജീവിതത്തിൽ ഈ ക്രൂശീകരണം. അപ്പോൾ ശിഷ്യന്മാർ 3 എണ്ണത്തിനെ കൂട്ടിക്കൊണ്ട് എടാ ഉണർന്നിരിക്കണം എൻ്റെ കൂടെ കേട്ടോ. പത്രോസിനോട് പറഞ്ഞു. പുള്ളി മാംസം പറിച്ചു കൊടുക്കാൻ നടക്കുക കർത്താവിന് വേണ്ടി. പുള്ളിയോട് വരണ്ട, ഇച്ചിരി നേരം എന്നോട് കൂടെ ഉണർന്നിരിക്കണം. കർത്താവ് അങ്ങോട്ട് പോയപ്പോഴേ അവൻ ഉറക്കം തൂങ്ങാൻ തുടങ്ങി. നമ്മുടെ സ്വഭാവം മനസ്സിലായേ? എന്നിട്ട് അങ്ങോട്ട് ചെന്ന് മുട്ടുമേ നിന്നുകൊണ്ട് ആ സ്വെറ്റിംഗ് ഗ്ലാൻഡിലൂടെ പുറത്ത് വന്നത് രക്തമായിരുന്നു. പ്രാണവേദനയിലാകുമ്പോൾ മനുഷ്യൻ്റെ സ്വേദഗ്രന്ഥിയിലൂടെ രക്തം വമിക്കാൻ സാധ്യതയുണ്ടെന്ന് ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവനെ പ്രാർത്ഥിക്കാനായിട്ട് ചെന്നിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്തായിരുന്നു? എൻ്റെ ഹിതമല്ല. പിന്നെ അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ? എൻ്റെ ഹിതമല്ല. അപ്പം എന്താണ് പ്രാർത്ഥന? കർത്താവ് പഠിപ്പിച്ച എന്താണ് പ്രാർത്ഥന? ദൈവഹിതത്തിന്
നമ്മെ തന്നെയുള്ള വിധേയത്വവും സമർപ്പണമാണ് പ്രാർത്ഥന. പക്ഷെ നമ്മൾ അത് കാത്തിരിക്കത്തില്ല. കാരണം അങ്ങോട്ട് എന്ത് ചെയ്യണം? നമ്മേ 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 യേശുവിനെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണേ, ആമീൻ. അവനെ അനുഗ്രഹിക്കണേ, എനിക്ക് അവിടെ നിന്ന് പോകണം, ഇനി അനുഗ്രഹിക്കണേ, എൻ്റെ രണ്ടാമത്തെ മോളെ അനുഗ്രഹിക്കണേ, മൂന്നാമത്തെ കൊച്ചിനെ അനുഗ്രഹിക്കണേ, പനിയാണ് പനി മാറ്റി തരണമേ, നമ്മേ നമ്മേ നമ്മേ, എല്ലാം നമ്മയാണ്. അവസാനം യേശുവിനെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണേ, എഴുന്നേറ് ഒറ്റ ഓട്ട തീർന്നു പ്രാർത്ഥന, അല്ലേ? ഒരു കാര്യം അറിയണം, we are talking to God, right? We are talking to God പ്രാർത്ഥനയിലൂടെ. At the same, He wants to talk to you. നമുക്കതില്ല. ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നാലും അത് തന്നെ പരിപാടി. അതിനിങ്ങോട്ട് വന്നുകൊണ്ട് പറഞ്ഞു, അഞ്ചാറ് കാര്യങ്ങൾ പറഞ്ഞു, പ്രാർത്ഥിച്ചു, നമ്മെ പ്രാർത്ഥന കേൾക്കണമേ, ആമേൻ. See, He wants to talk to you. നമുക്കത് കേൾക്കാൻ നേരമുണ്ടോ? അത് കേൾക്കാൻ നേരം എടുക്കാത്തത് എന്തുകൊണ്ട്? നമ്മൾ ചെല്ലുന്നത് നമ്മുടെ കാര്യം സാധൂകരിച്ച് കിട്ടാൻ വേണ്ടി, ഒപ്പിടാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുന്നത്, ഇത് ഞങ്ങൾ ചെയ്തു തന്നേക്കണേന്നും പറഞ്ഞ്. പക്ഷെ അങ്ങോട്ട് ചെല്ലുന്ന പറഞ്ഞാൽ ദൈവം ഇങ്ങോട്ട് പറയും നോ. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമില്ല കേൾക്കാൻ. അല്ലെങ്കിൽ വെയിറ്റ്, ഇപ്പൊ വേണ്ട ബേബി, ഇപ്പൊ വേണ്ട. നമുക്കിഷ്ടമാണോ? നമുക്ക് വേണ്ട എന്താണ്? ഇൻസ്റ്റന്റ് ആൻസർ ആണ്. കവി തന്നേക്കണേ. നമുക്ക് പ്രാർത്ഥനയിൽ ആൾ പറയുന്നതൊക്കെ അതുകൊണ്ടാണ്. പ്രാർത്ഥിക്കാൻ അറിയാൻ പറ്റും, അതുകൊണ്ടാണ്. വല്ലോ മനസ്സിലായോ? ഇതാണ് ബിബ്ലിക്കൽ പ്രയർ. അപ്പോൾ ഈ ദാനിയേലും കൂട്ടരും ദൈവത്തിൻ്റെ കരുണയ്ക്കായി, കൃപയ്ക്കായി യാചിക്കുന്ന വിട്ടുതരുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്നറിയാമോ? ദൈവഹിതം വെളിപ്പെടുത്താൻ ഞങ്ങളെ തന്നെ ലഭ്യമാക്കലാണ് പ്രാർത്ഥന. അതിന് ഒരു ദൈവശാസ്ത്രജ്ഞൻ്റെ വേറെ പ്രാർത്ഥനയെക്കുറിച്ച് എനിക്ക് ചില പുസ്തകങ്ങൾ, അപ്പം അതിലൊരു ദൈവശാസ്ത്രജ്ഞൻ്റെ കണ്ടെത്തൽ, ഇറ്റ്സ് എൻ എർത്ത് ലൈസൻസ് ഫോർ ഹെവൻലി ഇൻ്റർഫിയറൻസ്. പ്രയർ ഇറ്റ്സ് എൻ എർത്ത് ലൈസൻസ് ഫോർ ഹെവൻലി ഇൻ്റർഫിയറൻസ്. ദിവ്യ ഇടപെടലിന് എൻ്റെ ലഭ്യതയാണ് പ്രാർത്ഥന. അത് ശരിയാ. ഐ എം ഹിയർ ലോർഡ്, ടേക്ക് മീ, ബ്രേക്ക് മീ, മോൾഡ് മീ, യൂസ് മീ. ആണ് പ്രാർത്ഥന. ഐ എം ഹിയർ ലോർഡ്, ഐ എം ഹിയർ, യു ടേക്ക് മീ, ബ്രേക്ക് മീ, മോൾഡ് മീ ആൻഡ് യൂസ് മീ. ഐ എം അവൈലബിൾ. അപ്പൊ ഞാൻ എൻ്റെ സർവസ്വം മാറ്റി വെച്ചിട്ടാണ് വരുന്നത്. യു ക്യാൻ ടേക്ക് മീ, യു ക്യാൻ ബ്രേക്ക് മീ, യു ക്യാൻ മോൾഡ് മീ ആൻഡ് യൂസ് മീ ഫോർ ദ ഗ്ലോറി ഓഫ് ഗാഡ്. കരുണയ്ക്കായി യാചിക്കാൻ അവർ ദൈവസന്നിധിയിലേക്ക് അടുത്തിയെന്ന്. എനിക്ക് ഇതിനകത്ത് മനസ്സിലാകാൻ പറ്റാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഇവരെല്ലാവരും വലുത്. നമ്മൾ ഈ ടോട്ടൽ പിക്ചർ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ വേദപുസ്തകം വായിക്കുമ്പോൾ, ഈ 4 പേരിൽ വലുതാരാ? അങ്ങനെയാണല്ലോ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ആരെയാ? ദാനിയേൽ. പക്ഷെ ദാനിയേലിൻ്റെ ക്വാളിറ്റിയാണ് എന്താണ്? ചേർത്ത് നിർത്തലാണ് ശുശ്രൂഷയുടെ വിജയം. ഒരുമിപ്പിച്ച് നിർത്തലാണ് ശുശ്രൂഷയുടെ വിജയം, അകറ്റി നിർത്തലല്ല. ഈ നമ്മുടെ കേരളം ചാതുർവർണ്ണ്യത്തിൻ്റെ തിക്തത അനുഭവിച്ച ഒരു നാടാണ്. ചാതുർവർണ്ണ്യം എന്ന് കേട്ടിട്ടുണ്ടോ? എന്തുവാ? ബ്രാഹ്മണ, ക്ഷത്രിയർ, വൈശ്യ, ശൂദ്രൻ. അവിടെ കൊണ്ട് അവസാനിച്ച ശൂദ്രൻ എന്ന് പറയുന്നത് നായർ കമ്മ്യൂണിറ്റിയാണ്. അതിന് താഴെയുള്ളൊക്കെ അതർ ബാക്ക്വേർഡ്. അവർക്കാർക്കും ഈ വെളിച്ചത്തിൽ, പകൽ വെളിച്ചത്തിൽ പരസ്യമായ വഴിയിൽ കൂടെ യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ഒരു കൂട്ടർ വരുന്ന കൂട്ടത്തിൽ ഹോയ് 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 പറഞ്ഞു വരണം, മറ്റൊരു കൂട്ടർ പൊന്തക്കാടിനകത്തൂടെ നടന്നോണം. ഞാൻ ആ ട്രൈബിൻ്റെ പേര് പറയുന്നില്ല, നമ്മുടെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവർ പകൽ വെളിച്ചത്ത് വരത്തില്ല, ഇങ്ങനെ നൂണ്ട് ഇരുട്ടോടത്തോളം വേണം പൊക്കോളണേ. അവർക്ക് ആഭരണം അണിയാനായിട്ട് പറ്റത്തില്ലായിരുന്നു, കല്ലുമാല ധരിച്ചോണം വരുന്നു. വസ്ത്രം ധരിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല, വസ്ത്രം ധരിക്കാൻ അവകാശമായിരുന്നു, മാറുമറയ്ക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. സ്ത്രീകൾ, അവരുടെ സ്ത്രീകൾ ജന്മിമാരുടെ ഉപഭോഗ വസ്തുവായിരുന്നു. ഈ വർഗത്തിൽപ്പെട്ട ആളുകൾ കല്യാണം കഴിക്കുമ്പോൾ ആദ്യമായി കല്യാണം കഴിച്ച വധുവിനെ യജമാനന് കാഴ്ചവെക്കണമായിരുന്നു. ഇതൊക്കെ ഇവിടെ നിലനിന്ന കാര്യങ്ങളെ പറയുന്നത്.
ഓടിടണമെങ്കിൽ അനുവാദം വാങ്ങിക്കണം. നാടുവാഴിയുടെ മുറ്റത്തൊരു പന്തലിടണമെങ്കിൽ അനുവാദം വാങ്ങിക്കണം. ഒരു കൂട്ടർക്ക് ഉപ്പെന്ന് പറയാൻ അവകാശമില്ലായിരുന്നു. ഒറ്റപ്പാലത്ത് ഏകദേശം 125 മൈലുകൾ വർഷങ്ങൾക്കപ്പുറം ഒരു ചെറുപ്പക്കാരൻ, അസർക്കത്തിൽപ്പെട്ട ചെറുപ്പക്കാരൻ ഒരു കടയിൽ ചെന്ന് പുളിച്ചതെന്ന് പറയുന്നതിന് പകരം ഉപ്പെന്ന് ചോദിച്ചതിന്റെ ഫലമായിട്ട് അവനെ തല്ലിക്കൊന്ന നാടാണ് ഈ കേരളം. ഒറ്റപ്പാലത്ത് ഓർത്തു നോക്കി. അടിമ വ്യാപാരം നിലനിന്നിരുന്നു ഇവിടെ. എവിടെ? കോട്ടയം, ചങ്ങനാശ്ശേരി, മല്ലപ്പള്ളി. അച്ഛൻ കേട്ടിട്ടുണ്ട്? ഇല്ല അച്ഛൻ ഇല്ലേ? ഏറ്റവും കുറവ് വില ഉണ്ടായിരുന്നു എവിടെയായിരുന്നു? ചങ്ങനാശ്ശേരിയിൽ ഏറ്റവും കൂടുതൽ വില എവിടെയായിരുന്നു? ചങ്ങനാശ്ശേരി അറിയാം. എവിടെയായിരുന്നു? മല്ലപ്പള്ളി. മല്ലപ്പള്ളിയിലായിരുന്നു അടിമയ്ക്ക് ഏറ്റവും കൂടുതൽ വില. അത് കഴിഞ്ഞ് കോട്ടയത്ത് നിന്ന് മേടിച്ച്, അല്ലെങ്കിൽ ഇവിടുന്ന് മേടിച്ച് കോട്ടയത്ത് മല്ലപ്പള്ളിയും കൊണ്ട് വിൽക്കുമായിരുന്നു അടിമയെ, കന്നാലികളെ വിൽക്കുന്ന പോലെ. അങ്ങനെ ഒരു കാലമായിരുന്നു ഒരിക്കലുണ്ടായിരുന്നത്. പക്ഷെ സുവിശേഷം വന്നു, മിഷണറിമാർ വന്നു. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റുമായിരുന്നു? കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. സംസ്കൃതം കേട്ട കാതിൽ ഒരുക്കി ഒഴിക്കണം. ഒത്തിരി 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 ആയുധങ്ങൾ നിലനിന്നിരുന്നൊരു കാലം. മനുഷ്യത്വത്തിന് അകറ്റി നിർത്തിയൊരു കാലം. പക്ഷേ അതെല്ലാം മാറ്റി മനുഷ്യനെ മനുഷ്യനാക്കി, മനുഷ്യനെ മനുഷ്യനോട് അടുപ്പിച്ചത് കറുത്തവനും വെളുത്തവനും പണ്ഡിതനും മാമനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനും ഒരുമിച്ച് ആരാധിക്കുന്നതിനും ക്ഷേത്രം വിളംബരം, അതൊക്കെ നമുക്കറിയാം. ചരിത്രത്തിലൊക്കെ ഞാൻ പ്രവേശിക്കുന്നില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, സുവിശേഷത്തിന്റെ വലിയ ശക്തിയാണ് അവരെല്ലാം കൊണ്ടുവന്നത്. 1914 ഒരു കൊച്ചു പെൺകുട്ടിയെ തിരുവനന്തപുരത്തിനടുത്ത് ഒരു സ്ഥലത്ത് സ്കൂളിൽ കൊണ്ടു ചേർത്ത്. ആ കുഞ്ഞിനെ സ്കൂളിൽ ചേർത്തതിൻ്റെ ഫലമായി അവിടുത്തെ ജന്മിമാരാ പള്ളിക്കുടം കത്തിച്ചു. നിങ്ങളുടെ നോട്ടം കണ്ടിട്ട് ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പള്ളിക്കുടം കത്തിച്ചു കളഞ്ഞു. അയ്യങ്കാളിയുടെ മകളെ അവിടെ കൊണ്ട് ചേർത്തതിൻ്റെ ഫലം അന്ന് കത്തിച്ച ആ സ്ഥലത്തുനിന്ന് അയ്യങ്കാളിയുടെ പേരിൽ ഗവൺമെന്റ് വക LP സ്കൂൾ നിൽക്കുന്നുണ്ട്. അത്ര സാമൂഹ്യമായി ഉയർന്നു. അകറ്റി നിർത്തുന്നത് മനുഷ്യത്വത്തെ വികലപ്പെടുത്തുന്നതാണ്. സുവിശേഷമാണത് സാധിച്ചെടുത്തത്. എനിക്കൊരു ദുഃഖമുണ്ട്. അച്ഛന്മാരോട് പിണങ്ങരുത്. പിണങ്ങിയാലും ഞാൻ പറഞ്ഞിരിക്കും. 50 വർഷമായി ഞാൻ ഈ സഭയിൽ വന്നിട്ട്. 50 വർഷം. സഭയിൽ വരുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കര സ്വപ്നങ്ങളായിരുന്നു നമ്മുടെ ഇതിനകത്തെ സുവിശേഷ വേലയെക്കുറിച്ച്. അല്ലെങ്കിൽ ഞാൻ ഓയം വിട്ട് വരില്ലായിരുന്നു. എനിക്ക് അവിടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. വന്നപ്പോഴത്തേക്ക് നമ്മുടെ അച്ഛന്മാർ കൈനീട്ടി സ്വീകരിച്ചു. നല്ല ഭയങ്കരമായിരിക്കുന്ന തരത്തിലുള്ള പ്രോത്സാഹനവും ഭയങ്കര. ചിലരൊക്കെയാണ് തോളത്ത് കൈയിട്ടിട്ട് ഒപ്പം ചേർത്ത് നേടാൻ നമ്മൾ ഒന്നാണ്, അതിൻ്റെ വേലയിൽ ഒന്നാണ് എന്നുള്ള രീതി പ്രോത്സാഹിപ്പിച്ച് കൈപിടിച്ചു. പക്ഷേ ഈ അടുത്ത കാലത്തായി അവഗണന, ഒരുമിപ്പിച്ച സുവിശേഷം പ്രസംഗിക്കുന്ന സഭയിൽ നിന്ന് അവഗണനയാണ്. സുവിശേഷകർ എന്നൊരു വർഗത്തോട് അവഗണനയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങൾ ഭരണഘടന മാർത്തോമാ സഭയുടെ വായിച്ചു നോക്കണം. സുവിശേഷം എന്നൊരു പദം അതിനകത്തില്ല. എൻ്റെ വല്യപ്പനും കൂടെ ചേർന്നാണ് സുവിശേഷ പ്രസംഗ സംഘം ആരംഭിക്കാൻ കള്ളിശ്ശേരി കടവിൽ 1888 സെപ്റ്റംബർ മാസം 5-ാം തീയതി കൂടിയത്. ഇവിടെ ഇരിക്കുന്ന കുര്യനച്ഛൻ്റെ ഭാര്യ ലൂസി എൻ്റെ നാട്ടുകാരത്തിയാ. ലൂസി കൊച്ചമ്മയുടെ വല്യപ്പച്ചനും എൻ്റെ പിതാവിൻ്റെ വല്യപ്പച്ചനും മന്ത്രി KC ജോർജിന്റെ ഭാര്യ അമ്മുക്കുട്ടിയമ്മയുടെ വല്യപ്പച്ചനും കൂടെ ഒരുമിച്ച് ബോട്ടിൽ യാത്ര ചെയ്ത്, വള്ളത്തിൽ യാത്ര ചെയ്താണ് അവിടെ എത്തിച്ചേർന്നത് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി. അങ്ങനെ ഒരു വലിയ തീവ്രവും തീഷ്ണവുമായ സുവിശേഷത്താൽ ആഘോഷമായി. അബ്രഹാം മർത്തോമാ തിരുമേനിയും വല്യപ്പച്ചനും വലിയ സഖികളായിരുന്നു. നെരണത്തെ വീട്ടിൽ വന്നിട്ടുണ്ട്. കൊച്ചുകുഞ്ഞു ദേശി അവിടെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ നെരണത്തെ വീട്ടില്. അങ്ങനെ ഭയങ്കരമായിരിക്കുന്ന സുവിശേഷ തീവ്രതയും തീഷ്ണതയുമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ്. എൻ്റെ അപ്പനും ഒരു സാധാരണ സുവിശേഷ വേലക്കാരനാണ്. ഇപ്പം അച്ഛന് ഞങ്ങളുടെ നാട്ടുകാരുടെ കൊച്ചൻ്റെ അടുക്കലാണ് ഇപ്പോൾ പോയിച്ചു വന്നത്. ആ സന്തോഷത്തോട് ചോദിച്ചാൽ സന്തോഷം പറഞ്ഞുതരും. പക്ഷേ ഈ അടുത്ത കാലത്തായി കാണുന്ന അവഗണന
അവജ്ഞ, അത് ഭയങ്കരമാണ്. അകറ്റി നിർത്തലാണ് ശുശ്രൂഷയുടെ വിജയമെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ബ്രാഹ്മണന്മാർ പ്രബലപ്പെട്ട് വന്നു. ബ്രാഹ്മണ്യം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഖേദകരമാണ്. അത് മാറണം. 35 പേരുള്ള 34 പേരുള്ള ഈ പ്രാവശ്യം പട്ടത്തെ ശുശ്രൂഷ വന്നു. എത്ര സുവിശേഷകർ വന്നു? ഏതെങ്കിലും ഒരു സുവിശേഷകനെ അവന്റെ കഴിവ് കണ്ടിട്ട് പ്രോത്സാഹിപ്പിച്ച ചരിത്രമുണ്ടോ? ഞാൻ ഫസ്റ്റ് ക്ലാസ്സും ഫസ്റ്റ് റാങ്കും വാങ്ങിച്ച് ആണെന്ന് അവർക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല. എത്ര അലക്സാണ്ടർ തിരുമേനിയൊക്കെ ചെന്നപ്പോൾ തിരുമേനി വെച്ച് എന്താ പരിപാടി? ഞാൻ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് ഇറങ്ങിയത്. എന്നാൽ ഇന്നത് ചെയ്യാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടില്ല. ഒരിക്കൽ പോലും നാളെ വരെ ചോദിച്ചിട്ടുമില്ല, ചോദിക്കത്തുമില്ല. എന്നാൽ പ്രഗത്ഭന്മാരായിരിക്കുന്ന ആളുകളെ പ്രൊമോട്ട് ചെയ്ത് അവർക്ക് ചെലവും കണ്ടെത്തി പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ടവർക്ക് കഴിവുണ്ട്. ഞാൻ ഒത്തിരി പറയുന്നില്ല. വേദന കൊണ്ട് 50 വർഷം ഇതിനകത്ത് കിടന്ന് അനുഭവിച്ച തിക്തത കൊണ്ട് പറഞ്ഞതാണ്. ഞാൻ ആദ്യം വന്ന ഇതിനകത്ത് നമ്മുടെ തുപതേൻ പ്രാർത്ഥനയ്ക്കകത്ത് തോട്ടത്തിലെ വേലക്കാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ അവഗണിച്ച് കണ്ടപ്പോൾ തോമസ് തിരുവേനി ഇരിക്കുന്ന വേദിയിൽ ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു, എന്നാൽ തീരെ ചെറുപ്പമാണ്, എനിക്ക് 27 വയസ്സ് മറ്റേ ഉള്ളൂ. ഞങ്ങൾ പിന്നെ എവിടാ ജോലിയെന്ന് ചോദിച്ചു. അത് നമുക്ക് പരിഹരിക്കാവുന്നതെന്ന് പറഞ്ഞു. പരിഹരിച്ച് വരെ ഈ മനുഷ്യൻ വന്നപ്പോഴാണ്, ഒരു ദൈവ മനുഷ്യനാണ്. ഈ മനുഷ്യൻ വന്നപ്പോൾ അദ്ദേഹത്തിന് ദാർശനികതയുണ്ട്, അദ്ദേഹത്തിന് ഒരു മനുഷ്യ സ്നേഹമുണ്ട്, അദ്ദേഹം ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്. അദ്ദേഹം പറഞ്ഞു അവരും തോട്ടത്തിലെ വേലക്കാരാണ്, ചേർക്കാൻ പറഞ്ഞു. എന്നാലും ആഠ്യബ്രാഹ്മണന്മാർ ചിലർ വായിക്കത്തില്ലത്. ഈ കഴിഞ്ഞിടെ ഒരു അച്ഛനോട് വന്ന് കുർബാന ചൊല്ലി, ഒരു ചെറുപ്പക്കാരൻ അച്ഛൻ. ഞാൻ അദ്ദേഹത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹം സദറ വായിച്ച കൂട്ടത്തിലും സുവിശേഷകന്റെ പേര് പറഞ്ഞു. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തക്സായിൽ നിന്ന് ഒരൊറ്റ വാക്ക് അദ്ദേഹം മാറിയിട്ടില്ല. ഇവരൊക്കെ ഞങ്ങളെന്ന് പറയും, ആ കൊച്ചൻ ഞങ്ങളെന്നല്ല. തക്സ എങ്ങനെയാണോ അതുപോലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പി, ഞങ്ങൾക്ക് വേണ്ടി നല്ല, എനിക്ക് വേണ്ടി ആ തക്സ. ഒരിക്കൽ തോമസ് തിരുമേനി പറഞ്ഞതാ, തക്സായ്ക്കകത്ത് എഴുതിയിരിക്കുന്ന പോലെ വായിച്ചോണം. ഞാൻ എന്നാ ഇതിനകത്തുണ്ട്, ആ മീറ്റിങ്ങിലുണ്ട്, കുർബാന ചൊല്ലുന്നിടത്തുണ്ട്, ഞങ്ങളുടെ ഒരു മീറ്റിങ്ങില്ല, അങ്ങന്നോ ഏതാണ്ട് ചേർത്ത് തക്സായ്ക്കകത്ത് എന്തോ എഴുതിയിരിക്കുന്നോ അതുപോലെ വായിച്ചോണം, കുർബാനക്രമത്തിലെ പോലെ. എന്നിട്ട് പിന്നെ പറഞ്ഞു, എന്നെ സൂചിപ്പിക്കാനും ശ്രമിക്കണ്ട. അങ്ങനെ അദ്ദേഹം എന്താ പേടിച്ചു പോയോ? എനിക്ക് യാതൊരു പ്രയാസമുള്ള കാര്യമല്ല. ഇത് വസ്തുതയാണ്. ഇത് 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 ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഞാൻ പലയിടത്ത് പല വേദികളിലും പറഞ്ഞിട്ടുള്ളതാണ്. സുവിശേഷകർ പ്രസംഗിച്ച് സഭയുണ്ടായ ശേഷമാണ് മെത്രാച്ചന്മാരും പട്ടക്കാരും സഭയ്ക്കുണ്ടായത്. സഭയുള്ളത് കൊണ്ടാണ് പട്ടക്കാരും മെത്രാച്ചന്മാരും. സുവിശേഷകരെ അവഗണിക്കുന്നത് നിന്ദ്യമാണ്, നീചമാണ്. അച്ഛന്മാരെ നിങ്ങളാവുള്ളൂ, അത് ഉന്മൂലനം ചെയ്യാനായിട്ട് സാധിക്കും. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു അച്ഛനാണ് ജാക്സൺ അച്ഛൻ. കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ സന്നദ്ധത്തിൻ്റെ മീറ്റിങ്ങിന് വന്നിരുന്നു. ഒറ്റ ഉദ്ദേശം ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. സകല അച്ഛന്മാരെയും പേര് പറഞ്ഞ് അച്ഛൻ വെൽക്കം ചെയ്ത് ഞാനോട് ഇരിപ്പുണ്ട്. ക്ഷമിക്കണം, ഞാനത് പറയുന്നുണ്ട്, വേദനിച്ചുകൊണ്ട് പറയുന്നതാണ്. എന്തുകൊണ്ട്? അത് അദ്ദേഹത്തിന് കുഴപ്പമല്ല. അങ്ങനെ ഒരു രീതി നമുക്കില്ല. ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നല്ലോ, ഈ കാക്കത്തുരുത്ത് വേലയുണ്ട്, കാക്കത്തുരുത്തിൽ ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, അവിടെ ഉപദേശമുണ്ടെന്ന് പറഞ്ഞു. അയാൾ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഒരു വാക്കാ മനുഷ്യനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാറ് നിങ്ങൾ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ കേട്ടോ? ഇതാണ് അവഗണന. ഇത് ദൈവികമല്ലെന്നേ. ഇത് സുവിശേഷത്തോട് ചേർന്നാൽ എന്താ വല്ലാത്തൊരു മൗനം. വേദനയോടെ പറഞ്ഞു പോയതാണ്, ക്ഷമിക്കണം. അപാകതയുണ്ടെങ്കിൽ ക്ഷമിക്കണം. ആരുടെ മുൻപിൽ ക്ലാരിഫൈ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ദൈവത്തിന് സ്തോത്രം. വീട്ടിൽ ചെന്നു, എടാ കുഞ്ഞുങ്ങളെ വാടാ, എന്തൊരു അനുഗ്രഹമാണ്. ഈശോ തിരുമേനി കാലം ചെയ്യുന്നതിന് മുൻപേ ആടൂർ അരമനയിൽ തിരുമേനിക്കൊരു കുഷ്യം മാത്രമേ വ്യത്യാസമുള്ളൂ. തമ്പാച്ച നീ വാ, അടുത്തിരുന്ന് കൈ പിടിച്ച്, നോബലോ ആ മനുഷ്യൻ, ഭയങ്കര കൈ പിടിച്ചൊരുമിച്ചിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തോടത്ത് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും പറയും, ഞങ്ങൾക്ക് ഈശോ തിരുമേനിയെ പോലെ ആയാൽ മതി പറയുമായിരുന്നു ചെറുപ്പത്തിൽ. അതുപോലെ ഞങ്ങളെ സ്നേഹിച്ച് ഉണ്ടായിരുന്നു. എന്നാൽ ചെന്ന് നിന്നാൽ നോക്കാൻ പോലും മനസ്സില്ലാത്ത നേതാക്കന്മാരും ഇന്നുണ്ട്. ഈ മനോഭാവത്തിന് മാറ്റം വന്നാലേ സുവിശേഷം വർദ്ധിക്കത്തുള്ളൂ. കാര്യങ്ങൾ നടക്കും. സുവിശേഷ വേലയെന്നും പറഞ്ഞ് കാര്യങ്ങൾ നടക്കും. ജനം കാശ് കൊടുക്കുകയും ചെയ്യും.
ദൈവത്തിന് സ്തോത്രം. ഒരുമിച്ചു പ്രാർത്ഥിച്ചു. രാത്രി ദർശനങ്ങളിൽ ദൈവം അത് ആർക്ക് വെളിപ്പെടുത്തും? ദാനിയേലിന് വെളിപ്പെടുത്തും. 4 പേർക്ക് വെളിപ്പെടുത്തിയില്ല, ദാനിയേലിന് മാത്രമേ. അവർ കലാപം ഉണ്ടാക്കേണ്ടതാണ്. 4 പേര് ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരാൾക്ക് വെളിപ്പെടുന്നു. വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിൻ്റെ സത്യമാണ്. ദൈവം തനിക്ക് ബോധിച്ചവരെ ചില രഹസ്യങ്ങളുടെ കലവറക്കാരായി നിയമിക്കും. അത് ചിലരെ മാത്രമേ പറ്റത്തുള്ളൂ, അത് ചിലരെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനാണ് ആ മനുഷ്യന് മാത്രം വെളിപ്പെടുത്തി കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്തത് എന്താണ്? വെളിപ്പെടുത്തി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയിരുന്ന് വെളിപ്പെടുത്തപ്പെട്ട് കിട്ടിയ ആ സത്യത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നുണ്ട്. സ്തോത്രം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന പദങ്ങൾ അവിടെ ശ്രദ്ധേയമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? അവിടെ 2 പ്രധാനപ്പെട്ട പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഞങ്ങൾ, എനിക്ക്, ഞങ്ങൾ. ശ്രദ്ധിച്ചോ? എനിക്കിത് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വെളിപ്പെടുത്തിയ ആർക്കാ? എനിക്ക്. കണ്ട, ഈ മിനിസ്ട്രിയിലെ കോർപ്പറേറ്റ് ഡയമെൻഷൻ, കൂട്ടുപങ്കാളിത്തം, ഞങ്ങൾ ഒരുമിച്ചാണ് ഇത് ചെയ്യുന്നത്. ഈ ശുശ്രൂഷയുടെ പ്രയോജനത്തിനാണ് വ്യത്യസ്തമായ ഓഫീസ് നൽകിയിരിക്കുന്നത്. ഓരോ ഓഫീസും അതിൽ തന്നെ പൂരകവുമല്ല. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ സഭയുടെ പൊതുപ്രയോജനത്തിനാണ് നൽകപ്പെട്ടിരിക്കുന്നത്, അവരവരുടെ നന്മയ്ക്കല്ല. ഏത് സ്ഥാനം, ഏത് തസ്തിക ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം കൊടുത്തോ ആ തസ്തികയെല്ലാം സഭയുടെ പൊതുപ്രയോജനത്തിനാണ്. ചർച്ച്, അതാണ് വളരെ പ്രധാനപ്പെട്ടത്. കണ്ടോ? വാക്യം കണ്ടോ? ഞങ്ങൾ, ഞാൻ എന്ന പദം കണ്ടോ? എനിക്ക് വെളിപ്പെട്ടതുകൊണ്ട്, ഞങ്ങൾക്ക് വെളിപ്പെട്ടുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ആർക്കാ വെളിപ്പെട്ട്? ദാനിയേലിന് മാത്രമാണ്. പക്ഷെ ക്രെഡിറ്റ് എടുത്തോ? എടുത്തില്ല. ഇത് ശുശ്രൂഷകർക്ക് പാഠമായിരിക്കട്ടെ, നമുക്ക് പാഠമായിരിക്കട്ടെ. ദൈവാത്മാവ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ നമുക്കുത്തരം കിട്ടാത്ത, നമ്മൾ എത്ര പരിശ്രമിച്ചിട്ടും മറുപടി കിട്ടാത്ത ചില വിഷയങ്ങൾ നമുക്കുണ്ടാവും. എവിടേക്കാണ് ചെല്ലേണ്ടത്? ദൈവത്തിൻ്റെ സന്നിധിയിൽ. അവിടെ സഹപ്രവർത്തകരോടും പങ്കാളികളോടും പങ്കാളിത്തമുള്ളവരോടും ഒരുമിച്ച് ഇത് മുട്ടുമടക്കി ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ഹിതം നിവർത്തിക്കുന്നതിന് വേണ്ടി നമ്മെ തന്നെ വിട്ടുകൊടുക്കാൻ, ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്കാവുമെങ്കിൽ, സാധിക്കുമെങ്കിൽ അത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. നമ്മുടെ പ്രശ്നങ്ങളുടെ പരിഹാരം നമുക്ക് തന്നെ നേടിയെടുക്കാനായിട്ടാവില്ല. അതിനകത്ത് അപരൻ്റെ പങ്കാളിത്തമുണ്ട്, കൂട്ടായ്മക്കാരുടെ പങ്കാളിത്തമുണ്ട്. അത് പങ്കാളിത്തത്തിൻ്റെ ആത്മാവിൽ നിവർത്തിക്കുവാൻ, സാധിച്ചെടുക്കുവാൻ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. കൊലവിളി നടത്തുന്ന രാജാവ്, ഇതിൻ്റെ റെസൊല്യൂഷൻ എവിടെയുണ്ട്? ദൈവസന്നിധിയിലുണ്ട്. തിരിച്ചറിഞ്ഞ ദാനിയേൽ മറ്റ് 3 പേരോടുകൂടെ ഒരുമിച്ച്, വ്യത്യാസമില്ല, ഡിവിഷനില്ല, ഒരുമിച്ച് ദൈവസന്നിധിയിൽ ചെന്നു. ദൈവത്തിൻ്റെ കരുണയ്ക്കായി യാചിച്ചു. ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഇന്നും അങ്ങനെ ചെന്നാൽ, അങ്ങനെ ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങളെ പ്രവർത്തിക്കാൻ ദൈവകരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. യേശുവേ, നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ, നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ, നിൻ പാദം കുമ്പിടുന്നേ. കർത്താവേ, നിന്റെ പാദപീഠത്തിൽ ഞങ്ങളായി തന്നെ അടുത്തു വരുന്നു. പരുവഴികളോടുകൂടെ അടുത്തു വരുന്നു. പ്രശ്നങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട് കർത്താവേ. അത് പരിഹരിക്കുന്ന ഇടം അങ്ങയുടെ സന്നിധി മാത്രമാണ്. ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇതാ ഞങ്ങൾ അടുത്ത് വരുന്നു. ഞങ്ങളുടെ പ്രശ്നത്തിന് ഇടപെടണമേ, ഞങ്ങളെ ചിലത് വെളിപ്പെടുത്തണമേ. വെളിപ്പെടുത്തുമ്പോൾ അത് സ്വീകരിക്കാനുള്ള
കൃപ ഞങ്ങൾക്ക് നൽകണമേ. അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഞങ്ങൾ ഇത് പ്രയോജനപ്പെടുത്തണമേ. ഇത് വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ മുൻപിൽ തിരുമുഖം അന്വേഷിക്കുവാൻ, മറ്റ് കൂട്ടുവേലക്കാരോട് സഹോദരങ്ങളോട് അവരുടെ അനുഭവം പങ്കുവെച്ച് ഒരുമിച്ചിരുന്ന് പങ്കുവെച്ച് പ്രാർത്ഥിപ്പാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ. അങ്ങനെയുള്ള താല്പര്യം ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധ്യമാകുന്നില്ല. അങ്ങനെയുള്ള ജീവിതം നയിപ്പാൻ ഞങ്ങൾക്ക് ഇടവരുത്തണമേ. ഞങ്ങളുടെ പരാജയത്തെ വിജയമാക്കി തീർക്കാൻ അങ്ങേ കഴിയുന്നതിനാൽ സ്തോത്രം തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാ മഹത്വം അങ്ങേക്ക് തരുന്നു. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. ദയവായി കേൾക്കണമേ. ആമേൻ.